കൊന്നിച്ചോ മിനസ നാനോമിഷിന്റെ സീസൺ 2 എപ്പിസോഡ് 22ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് മടിയായിപ്പോയി. കാര്യം കുറച്ച് ടയർഡായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ അതിനും കൂടെ ചേർത്ത് 8 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഈ വീഡിയോ എങ്ങനെ പോയാലും അത്യാവശ്യം ലോങ് ആനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ ഒരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട് ഗൈസ്. നമ്മുടെ സ്വന്തം പേജ് 70K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫാമിലിയിൽ 70,000 ആൾക്കാരുണ്ട് ഇപ്പോൾ. എനിക്കിതൊട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. സോ ഇത്ര നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ കടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് ഒരു ന്യൂസ് പറയുകയും ചെയ്യും, നീക്ക് എന്ത് നോക്കി നിൽക്കുവാണ്? ഇമ്പീരിയൽ മാച്ചിനെ ഇപ്പം തന്നെ പ്രൊട്ടക്ട് ചെയ്യും. അവർ 5 പേരുള്ളു, നമുക്ക് ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ സാധിക്കും. അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കുറച്ച് പേര് ഈ ഒന്നെ അറ്റാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നു. എല്ലാവരും കൂടെ എന്ത് ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് ഇവൻ അടുത്ത സെക്കൻഡ് അവന്മാരെ എല്ലാവരും തന്നെ നിലത്തേക്ക് അടിച്ച് ഇടുന്നുണ്ട്. അവർക്കാർക്കും അവരുടെ ശരീരം ഒന്ന് അനക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഇതെന്തുമാത്രം എനർജിയാണ്! ഇവനൊരു മനുഷ്യനല്ലേ, ഒരു മോൺസ്റ്റർ ആണെന്ന് തോന്നുന്നു. യുവർ ഇമ്പീരിയൽ മാജസ്റ്റി, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയധികം കേപ്പബിലിറ്റീസ് ഉള്ളത്? ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ശബ്ദമൊക്കെ ഒന്ന് കുറഞ്ഞ് ഇനി നമുക്ക് പ്രോപ്പർലി ഒന്ന് സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു നോൺ അഗ്രഷൻ ട്രീറ്റ് ഇല്ലേ നമ്മുടെ ഫൗണ്ടിങ് എംപറർ തന്നത്, ഇപ്പൊ മനസ്സിലായോ ഇവിടെ ആർക്കാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന്? അവൻ എന്ത് പറഞ്ഞാലും ഞാനിപ്പോൾ അക്നോളജ് ചെയ്യണം. കാര്യം അവൻ എപ്പോൾ വേണമെങ്കിലും എന്നെ കൊല്ലാൻ സാധിക്കും. പക്ഷേ എനിക്ക് പിന്നോട്ട് മാറാൻ സാധിക്കത്തില്ലല്ലോ. ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് താങ്ങാൻ സാധിക്കുമോ? നിന്റെ കാട്ടിലെ ആൾക്കാർക്കൊന്നും നിന്റെ അത്ര ശക്തിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നീ എന്താണ് വിചാരിച്ചത്? നിനക്കിപ്പോ എന്നെ ത്രെറ്റൻ ചെയ്യാൻ പറ്റുമെന്നോ? നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ആണ് ചെയ്യാൻ നോക്കുന്നത്. എങ്ങാനും എന്നെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്ക് പറയാൻ പോലും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ ഇവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. കണ്ടു നിന്ന എല്ലാരും ഞെട്ടി. യുവർ ഇമ്പീരിയൽ മാജസ്റ്റി, അച്ഛാ! ആ സമയത്ത് പിന്നെ കാണുന്നത് അവന്റെ സോളിൽ നിന്ന് ചോര ഇറ്റ് വീഴുന്നതാണ്. ഇമ്പീരിയൽ മാജസ്റ്റിയുടെ കഴുത്ത് ചെറുതായിട്ട് ഒന്ന് മുറിഞ്ഞിരുന്നു. നമ്മുടെ ഒരു പല്ല് കേടായ അതെടുത്ത് കളയും. കാര്യം അവിടേക്ക് മറ്റൊരെണ്ണം വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതുപോലെയാണ് ഈ എംപററിന്റെ പൊസിഷനും. നീ പറഞ്ഞു വരുന്നത് പ്രിൻസ് ചെൻ അല്ല? ഇദ്ദേഹം എന്താണ് ഈ കാണിക്കുന്നത്? ഇദ്ദേഹം പറയുന്ന കേൾക്കാൻ നേരത്ത് ഞാൻ ഇവരുടെ കൂടെയാണെന്ന് തോന്നുമല്ലോ. അപ്പോൾ ഹിസ് ഇമ്പീരിയൽ ഹൈനസ് ഡിമോണിക് കൾട്ടാണല്ലേ വർക്ക് ചെയ്യേണ്ടിരുന്നത്. ഇത്ര നാൾ സോൾ കിങ്ങിനെ മുറിമലൻസ് സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പൊ ഇമ്പീരിയൽ മാജസ്റ്റി കൊല്ലപ്പെട്ട് കഴിഞ്ഞ് പ്രിൻസ് ചെങ്ങാനം ആ പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ശരിക്കും മോശമാകും. അവൻ ശരിക്കും പ്രശ്നക്കാരനാണ്. അതിലുപരി അവന്റെ പവർ ഞങ്ങൾക്കാർക്കും താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 17 മുറി മാസ്റ്റേഴ്സ് ഒരുമിച്ച് ഫൈറ്റ് ചെയ്താലും ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ കംപ്ലീറ്റ്ലി പവർലെസ് ആണ്. ആദ്യമായിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരുന്നത്. ഇവൻ ശരിക്കും എക്സ്പേർട്ട് ആയുള്ള ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ്. അതുമാത്രമല്ല, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫൗണ്ടിങ് എംപറർ എന്തുകൊണ്ടാണ് എന്ത് വന്നാലും ഈ നോൺ അഗ്രഷൻ ട്രീറ്റ് ബ്രേക്ക് ചെയ്യല് എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അവന് പ്രിൻസ് ചെന്നിനെ ലീഡറാക്കണമെന്നുണ്ടെങ്കിൽ അവൻ എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എപ്പോൾ വേണമെങ്കിലും എന്നെ കൊല്ലാൻ സാധിക്കും. പക്ഷേ അവനത് ചെയ്യുന്നില്ല. കാര്യം അവനറിയാം ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന്. അല്ല, ഇനി ഡിമോണിക് കൾട്ട് ലീഡർ, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ സമയത്താണ് പ്രിൻസ് ചെൻ അവന്റെ വട്ടം വന്ന് നിന്നത്. നീ എന്താണ് ഈ കാണിക്കുന്നത്? കൾട്ട് ലീഡർ, പ്ലീസ് ഇതൊന്ന് നിർത്തു പ്ലീസ്. താങ്കൾ എന്നോട് പറഞ്ഞത് സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ലേ? അത് താങ്കൾ ചെയ്തില്ലേ? പിന്നെ എന്തിനാണ്? പ്ലീസ് ഒന്ന് നിർത്തു. എന്ത് സുപ്രീം സേവറോ? അതാ പുതിയ ഓർഗനൈസേഷനിലെ ആ നോൺ അഗ്രഷൻ ട്രീറ്റിൽ വരണമെന്ന് പറഞ്ഞത്. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. അപ്പൊ പിന്നെ തങ്ങൾ ഇമ്പീരിയൽ മാജസ്റ്റിനെ ഹാം ചെയ്യില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്റെ അച്ഛൻ പറഞ്ഞത് നീ തന്നെ കേട്ടല്ലേ? നിന്നെ സഹായിച്ചിട്ട് കൂടി ഞങ്ങൾ അദ്ദേഹത്തിന്റെ താഴെ വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗുഡ് വില്ലിന്റെ പ്രാധാന്യം ഞാൻ നിനക്ക് പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. അതിലുപരി ഞാൻ വന്ന കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ നിന്നോട് നൈസായിട്ട് പെരുമാറേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അത് സത്യം തന്നെയാണ്. പക്ഷെ ഇമ്പീരിയൽ മാജസ്റ്റിക്ക് ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു. എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോൾ എന്തായാലും അദ്ദേഹത്തിനോട് സത്യം പറഞ്ഞ് ഇവിടെ കാര്യങ്ങൾ ക്ലിയർ ആക്കാനുള്ള സമയമില്ല. നിന്റെ മുമ്പിൽ നിന്ന് മാറില്ലെങ്കിൽ ഞാൻ ഫോഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇല്ല, ഞാൻ മാറത്തില്ല. അദ്ദേഹത്തിനെ കൊല്ലാനാണ് താങ്കളുടെ പ്ലാൻ എങ്കിൽ ആദ്യം താങ്കൾ എന്നെ കൊല്ലണം. നീ ശരിക്കും സ്റ്റബോൺ ആണല്ലോടെന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് അവന്റെ കാലങ്ങട്ട് തിരിച്ചൊടിച്ച് പ്രിൻസ് ചെൻ ഞെട്ടിത്തെറിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ അടുത്ത കാലും അവൻ തിരിച്ച് ഒടിച്ചിരുന്നു. വേദന കൊണ്ട് അവൻ ഉച്ചത്തിൽ കിടന്ന് അലറാനായിട്ട് തുടങ്ങി. ആ സമയത്ത് മാജസ്റ്റി ചോദിക്കുകയും ചെയ്യും, നീ എന്താണ് ചെയ്യുന്നത്? നീ പറഞ്ഞത് അവൻ എംപറർ ആക്കണമെന്നാണല്ലോ. അവന്റെ 2 കാലില്ലെങ്കിൽ എന്താ, അവൻ എംപറർ ആകാൻ സാധിക്കുമല്ലോ. നാശം, ഇവനിനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ ശരിക്കും പ്രശ്നമാണ്. ഓർത്തഡോക്സ് മാർഷൽ ആർട്ടിസ്റ്റിനെ പോലെയല്ല. സോ ഇതാണല്ലോ ഡിമോണിക് കൾട്ട്. അപ്പോഴേക്കും പ്രിൻസ് ചെൻ അവന്റെ കാലിൽ കയറി പിടിച്ചു. പ്ലീസ് കൾട്ട് ലീഡർ, പ്ലീസ് താങ്കളൊന്ന് ക്ഷമിക്കുക. അത് ഇമ്പീരിയൽ മാജസ്റ്റിയാണ്. താങ്കളൊന്ന് ക്ഷമിക്കുക. അപ്പൊ നിന്റെ കാല് മാത്രം പോരല്ലേ? കൾട്ട് ലീഡർ ഒന്ന് വെയിറ്റ് ചെയ്.
നീ എന്നെ പഠിപ്പിക്കണമെന്നുണ്ട് അവന്റെ കൈ പിടിച്ച് തിരിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ തോറ്റ് നീ പറഞ്ഞ എന്ത് വേണമെങ്കിലും ചെയ്യാം, അവനെ വെറുതെ വിടൂ പ്രിൻസൻ, അല്ല എന്റെ മോനെ വെറുതെ വിടൂ. എന്ത് ഇമ്പീരിയൽ മാച്ച് താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? അപ്പൊ പിന്നെ ഓക്കെ, അടുത്ത സെക്കൻഡ് തന്നെ അവൻ നേരെ നിലത്തേക്കിട്ടു. ഞാൻ എന്തായാലും എന്റെ കണ്ടീഷൻസ് അടുത്ത ദിവസം നിങ്ങളുടെ സ്ഥലത്ത് ഒന്ന് പറഞ്ഞോളാം. സോ ഒരു ഇമ്പീരിയൽ സീൽ വെക്കാനായിട്ട് തയ്യാറായിക്കോ. എന്ത് ഇമ്പീരിയൽ സീലോ? അതിനർത്ഥം അവൻ എന്തോന്ന് വേണമായിരുന്നു. താങ്കളുടെ പേഴ്സണൽ ഗാർഡ് മരിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. കാര്യം അത് അമേസിംഗ് ഉള്ള ഒരു ഡ്യൂലാണ്. നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് തന്നെ അവന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഡിമോണിക് കൾട്ടിന്റെ ലീഡർ, ഞാൻ എന്ത് വന്നാലും എന്തൊക്കെയാണെങ്കിലും അവൻ ഇനി ഒരിക്കലും പ്രവോക്ക് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളല്ലേ എന്നെ നോക്കി നിൽക്കുവാണ്, എന്റെ മോനെ എത്രയും പെട്ടെന്ന് ഫിസിഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലൂ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. നമ്മുടെ പ്രിൻസ് ചെന്നിന്റെ ആ ഒരു സ്ഥലം. യുവർ ഇമ്പീരിയൽ ഹൈനസ്, താങ്കൾ ഓക്കെ അല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വേദന ഞാൻ അനുഭവിക്കുന്നത്. ഫിസിഷ്യൻ പറഞ്ഞത് അടുത്ത 1 മാസത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അദ്ദേഹം കംപ്ലീറ്റ്ലി മേഴ്സിലെസ് ആയിരുന്നു. നീ ശരിക്കും സ്റ്റബോണാണ് പ്രിൻസ് ചെൻ. ഇത് ചെറുതായിട്ട് വേദനിക്കും കേട്ടോ, പക്ഷേ താങ്കളുടെ ടെൻഡോണൽ ലിഗമെന്റ്സ് ഒന്നും പൊട്ടാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആ, അത് ശരിയാണ്, എന്റെ ബോൺസിന് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും തിരിച്ചു വെച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അവനോട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണോ അവനോട് ദേഷ്യപ്പെടണമെന്ന് പോലും പറഞ്ഞുകൂടാ. ഒരേ രീതി നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒത്തിരിയധികം താങ്ക്സ് പറയണം. കാര്യം എൻ്റെ അച്ഛൻ, അദ്ദേഹം ആദ്യമായിട്ട് എന്നെ മോനെന്ന് വിളിച്ചു. എന്നെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ്. എന്തായാലും ഡാനോ ഫെസ്റ്റിവലിന്റെ സമയം വരെ എനിക്ക് ബെഡ് റെസ്റ്റ് ആയിരിക്കും. അതെന്തായാലും 1 മാസമുള്ളതല്ല, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പേടിച്ചത് താങ്കൾക്ക് ഇനി നടക്കാൻ പറ്റത്തില്ലെന്നങ്ങനെ വിചാരിച്ചിട്ടാണ്. ഡിമോണിക്കൾട്ട് ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും. എന്നാലും ഇമ്പീരിയൽ മാസ്റ്ററി അവിടേക്ക് വരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. പിന്നെ നോർത്തേൺ മിലിറ്ററി ജനറലിലേക്ക് ഞാൻ കാര്യം പറയാനും പറഞ്ഞിട്ടും കാര്യമില്ല. പെട്ടെന്നാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ നൈസായിട്ടൊക്കെ ചെയ്യായിരുന്നു. ഇതൊരുമാതിരി എനിക്കത് വേദന അനുഭവിച്ചത്. സദൻ മിലിറ്ററി ജനറൽ, താങ്കൾ എന്താണ് പറയുന്നത്? അല്ല, താങ്കൾ എന്തൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? താങ്കളുടെ ഫേസ്, യുവർ യുവർ ഇമ്പീരിയൽ ഹൈനസ്, താങ്കളുടെ തൊട്ടടുത്ത്. തൊട്ടടുത്തോ? അപ്പോ ഇത്രയൊക്കെ ചെയ്തു നിന്നിട്ടും അങ്ങനെയാണല്ലേ പ്രിൻസ് ചെൻ എന്നോട് പറയുന്നത്? ആ, കൾട്ട് ലീഡർ, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഇതേ എപ്പോഴും ഇവിടേക്ക് വന്നത്, അതും ഇമ്പീരിയൽ ഫാമിലിയുടെ ഒഫീഷ്യൽ ബെഡ്റൂമിലേക്ക്. ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ അറ്റാക്കിന് പുറകെ കുറച്ചുകൂടെ സ്ട്രെങ്ത് യൂസ് ചെയ്ത് തരുന്ന. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ പോലെ നീ എന്തായാലും ഇമ്പീരിയൽ മാസ്റ്ററോട് സംസാരിച്ചോ? സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ഇവൻ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണ്. ആ ഒരു സമയത്ത് ഇമ്പീരിയൽ മാസ്റ്ററിനെ പൊക്കിയെടുത്ത് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് അത് എന്നോട് വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് സംസാരിച്ചു എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടതെന്ന്. അതും എല്ലാം ഒരുമിച്ച് തന്നെ. പക്ഷെ ഒരു മനുഷ്യൻ എങ്ങനെയാണ്? എന്തായാലും இந்த സുപ്രീം സേവറിനെ പറ്റി ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോൾ സോൾ കിങ്ങിനെ യൂസ് ചെയ്യായിരുന്നു ഇതെല്ലാം തന്നെ ഒരു ഫാബ്രിക്കേറ്റർ ആണെന്ന്. അദ്ദേഹത്തിന് എന്തെങ്കിലും താങ്കളെ മനസ്സിലായിട്ടുണ്ട്? അത് എന്നെ മനസ്സിലാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓൾറെഡി ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അല്ല, താങ്കളുടെ ഗോൾ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തുവായിരുന്നു ഇമ്പീരിയൽ മാച്ച് എടുക്കാൻ താങ്കൾ പറഞ്ഞത്? താങ്കൾക്ക് ഇനി എന്താണ് അച്ചീവ് ചെയ്യാനുള്ളത്? അതൊരു റിക്വസ്റ്റ് മാത്രമാണ്. പക്ഷെ ആ ഒരു റിക്വസ്റ്റ് അദ്ദേഹത്തിന് റിജക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ കാണിക്കുന്നത് ആ ഒരു ദിവസമാണ്. സോ താങ്കൾ ഇത് ടേൺ ഡൗൺ ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്തായാലും നോൺ അഗ്രഷൻ ട്രീറ്റ് യൂഷ്വലി തന്നെ യൂസ് ചെയ്താൽ മതി. അവന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോഴ്സ് ചെയ്താൽ മതി. പക്ഷേ അവനത് ചെയ്യുന്നില്ല. അവൻ എനിക്ക് ഡിക്ലൈൻ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ തരുവാണ്. പക്ഷേ അടുത്ത സെക്കൻഡിൽ അവൻ ആ സ്റ്റാമ്പ് എടുത്തുകൊണ്ട് അവിടെ അടിക്കുകയും ചെയ്യും. ഈയനോട്ടെ ഒന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് നമ്മുടെ മുറും അലയൻസിന്റെ ആ ഒരു ഹിയൻ പ്രൊവിൻസ് ആണ്. അതൊരു ബേസ് ആയിരുന്നു. അവിടെ 17 മാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അല്ല, നീ എന്താണ് ഈ പറഞ്ഞത്? ഡിമോണിക് കൾട്ടിന്റെ ലീഡർ ഇമ്മീഡിയൽ പാലസിലേക്കോ? അതെ, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നില്ല. പക്ഷേ പ്രിൻസ് എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. ഹമിത്തബ, ഇതൊരിക്കലും പ്രതീക്ഷിച്ച പോലെയല്ലോ. ആ സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്ട് അവിടേക്കും വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ പറഞ്ഞത് തെയായിരുന്നു. മുറും അലയൻസിന്റെ 17 മാസ്റ്റേഴ്സിലെ 14th സീറ്റ് ആയിരുന്നു. അപ്പൊ ഈ സുപ്രീം സേബർ ഒരു വലിയ പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ജിങ്ഹോയിലും ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമല്ലോ എന്ന് ദി ഗ്രേറ്റ് മാസ്റ്ററായുള്ള ഗാക് യോങ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2ാമത്തെ സീറ്റ് ആയിരുന്നു. ഷാവോളിംഗ് ടെമ്പിളിന്റെ ഹെഡ് ആയിരുന്നു അദ്ദേഹം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പങ്ങായിരുന്നു. അവൻ പറയും എന്തായാലും ഇങ്ങനെ പൊക്കെങ്കിൽ മുറും അലയൻസിനും ഇത് വലിയ പ്രശ്നം തന്നെയാണ്. ഡിമോണിക്കലിന്റെ ലീഡറിനോട് നമ്മളപ്പോ നന്ദിയല്ലേ പറയേണ്ടത്? നീ ഡിമോണിക്കൽറ്റി പോയതിനു ശേഷം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പറഞ്ഞത് പെങ് ആയിരുന്നു. അവനായിരുന്നു 17th സീറ്റ് ഉള്ളത്. അവൻ ഹ്യൂബി പെങ് ക്ലാനിലെ പട്രാച്ച് ആയിരുന്നു. നിന്റെ ദേഷ്യം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നിനക്ക് ബാക്കിയുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞൂടാ മാർഷൽ ആർട്സ് വെച്ചുകൊണ്ട്. നീ വെറുതെ സർക്കസം പറയല്ലേ. ഈ സമയത്ത് ഇതെല്ലാം കൂടെ കേൾക്കുന്ന സോയ്ക്ക് ദേഷ്യം വരെ. എന്നിട്ട് അവിടെ അടിച്ചിട്ട് പറയും ഞാൻ ഇതുവരെ റിപ്പോർട്ട് തീർത്തിട്ടില്ല. അപ്പോ താങ്കൾ ഇതുവരെ പോയിന്റിലേക്ക് വന്നില്ലായിരുന്നല്ലേ? എല്ലാരും ഒന്നും മിണ്ടാതിരുന്നേ, അദ്ദേഹം ബാക്കി കാര്യങ്ങൾ പറയട്ടെ. പറഞ്ഞതായിരുന്നു മുറും അലയൻസിന്റെ ഹെഡ്, ദി റൈച്ചസ് നോർത്ത് സോഡ്
ലീ മോങ്ക്. ജിയോങ്സോ താങ്കൾ പറയാൻ വന്നത് പൂർത്തിയാക്കിക്കോളൂ. അതിനുശേഷം എല്ലാ കാര്യങ്ങളും അവൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇമ്പീരിയൽ പാലസിന്റെ ആ ഒരു ടൂമ്പിൽ നടന്നതും മെയിൽസ്റ്റോൺ സോഡിനെ പറ്റിയും എല്ലാം തന്നെ. അത് മാത്രമല്ല ഡിമോണിക്കലിന്റെ ലീഡർ മെയിൽസ്റ്റോൺ സോഡിനെ കൊന്നത് അതും ഒരു വൺ സൈഡ് ഫൈറ്റ് ആയിട്ടായിരുന്നു. അത് നിസ്സാരമായി അവനെ കളിയാക്കുന്ന പോലെ. പക്ഷേ അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? മെയിൽസ്റ്റോം എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റ് അല്ലേ? അത് ഈ വീക്ക്ലിംഗ് അല്ല ഡിമോണിക്കലിന്റെ മുമ്പിൽ തോറ്റുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, മെയിൽസ്റ്റോം എന്ന് പറയുന്നത് ഒരു സോഡ് എംബറർ അല്ലേ? എന്റെ ദൈവമേ, താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? ഡിമോണിക്കലിന്റെ ലീഡർ ആ ഇയോൺ ചിയോൺ അവനെന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? അവൻ വൺ ഓഫ് ദി 5 ഗ്രേറ്റ് മാർഷൽ ആർട്ടിസ്റ്റിന്റെ അവിടേക്ക് ഉയർന്നെന്നാണ് താങ്കൾ ഈ പറഞ്ഞത്. താങ്കൾ ഇത് ചുമ്മാ പറയുമല്ലോ. ഒരിക്കലുമല്ല. ഞാൻ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഞാൻ ആ വിറ്റ്നസ് ചെയ്തത്. അവൻ എന്തൊരു വ്യത്യസ്തതയുണ്ടായിരുന്നു. അല്ലെങ്കിലും അവനൊരു ലീഡറല്ലേ, അവന് വ്യത്യസ്തയുണ്ടായിരിക്കും. ഞാൻ അവന്റെ മാർഷൽ ആർട്സിനെ പറ്റിയല്ല പറയുന്നത്. നീ എന്ന് അവനെ കണ്ടിരുന്നെങ്കിൽ നിനക്കും അത് മനസ്സിലാകും. അവന്റെ മനുഷ്യത്വം അല്ല, അവന് മനുഷ്യത്വം ഇല്ലെന്ന് തന്നെ പറയാം. അവൻ അവൻ ശരിക്കും ഒരു ഡീമൻ ഗോഡാണ്. ആ ഒരു പേര് അവന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പോലെയാണ്. അമിതബാ ഡീമൻ ലോഡ്. അപ്പൊ താങ്കൾ ശരിക്കും ഈ ഒരു കേസിന്റെ അകത്ത് കൺഫ്യൂസ്ഡ് ആണല്ലേ? താങ്കളൊന്ന് ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ആയാലോ? നിങ്ങൾ ആരും തന്നെ എന്നെ സീരിയസ് ആക്കി എടുക്കുന്നില്ല. ഇതിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടാണ്. ആ പേഴ്സണൽ ഗാർഡ് യൂസ് ചെയ്ത ആ ഒരു ആബ്സലൂട്ട് ബാലറിനെ ഫോംലെസ്സോട് യൂസ് ചെയ്താണ് അദ്ദേഹം ഡിഫീറ്റ് ചെയ്തത്. അത് മാത്രമല്ല 300ഓളം പേരെ നിസ്സാരമായി കഴിഞ്ഞൊടയിലാണ് അദ്ദേഹം പിടിച്ചു നിർത്തിയത്. അതും ട്രൂ എനർജി അല്ല. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേ. താങ്കൾ ഇപ്പൊ പറഞ്ഞത് ഫോംലെസ് സോഡെന്നല്ലേ? താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം താങ്കൾക്ക് അറിയാവോ? അതെ, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. കാര്യം അവനൊരു ലൈഫ് ആൻഡ് ഡെത്ത് റിലത്തിലെ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. എന്ത്? ലൈഫ് ആൻഡ് ഡെത്ത് റിലോ? നീ എന്ത് വിഡിത്തൊക്കെയാണ് പറയുന്നത്? അത് സ്റ്റോറീസിലുള്ള കഥ മാത്രമാണ്. അല്ല, താങ്കൾ അവനെ റീസെന്റ് കണ്ടല്ലേ? താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ കുറച്ച് സമയം കൊണ്ട് അവൻ ഇത്രയും ഉയരത്തിലേക്ക്? അപ്പൊ ആർക്കും തന്നെ എന്നെ വിശ്വാസമില്ലല്ലേ? ലൈഫ് ആൻഡ് ഡെത്ത് റിലം ഇതെനിക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ ജിങ്ഹയിലെ ബാലൻസ് തന്നെ കംപ്ലീറ്റ്ലി നശിക്കാൻ പോകുവാണ്. അലയൻസ് ലീഡർ സൂപ്പർവൈസർ എന്ന് നമുക്കൊരു കത്ത് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും അർജന്റ് ആണ്. അത് മാത്രമല്ല ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇമ്പീരിയൽ പാലസ് ഒരു കാര്യം അനൗൺസ് ചെയ്തിരിക്കുന്നു. അവരവരുടെ നാഷണൽ റിലീജിയൻ മിങ് എംപയറിൽ നിന്ന് ദി ഹെവൻലി ഡിവൈൻ കൾട്ടാക്കാൻ പോകുവാണ്. അത് കേട്ടപ്പോ അവൾ ഞെട്ടിത്തെറിച്ചു പോയി. പിന്നെ കാണിക്കുന്നത് ദ ജിങ്ഹയിലെ പ്ലേസ് ആണ്. ഈ ഒരു ഇമ്പീരിയൽ മാസ്റ്റി ഇതൊന്ന് റീകൺസിഡർ ചെയ്യണം. ഇതൊട്ടും തന്നെ നല്ലതല്ല. താങ്കൾക്കറിയാലോ ഡിമോണിക് കൾട്ട് എങ്ങനെയാണെന്ന്. അത് മാത്രമല്ല ഡിമോണിക് കൾട്ട് നമ്മളോട് ചേർന്ന് പോകത്തില്ല. എസ്പെഷ്യലി ആ ഒരു ലീഡർ ഇയോൺ ചിയോൺ. ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു അവിടെ നടന്ന ഒന്നിനെ പറ്റി മെൻഷൻ ചെയ്യല്ലെന്ന്. അയ്യോ, എന്നോട് ക്ഷമിക്കണം. ഈ ഒരു ഇമ്പീരിയൽ മാസ്റ്റി എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ്. മതി, താങ്കളുടെ കരുണയ്ക്ക് നന്ദി. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. നിങ്ങളുടെ ശത്രുവിന്റെ ശത്രു ആരാണ്? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ശത്രുവിന്റെ ശത്രു എന്ന് പറയുന്നത് മിത്രമല്ലേ? അതെ, ആ ചോദ്യമാണ് കൾട്ട് ലീഡർ ചിയോൺ എന്നോട് ചോദിച്ചത്. ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ, താങ്കളുടെ എനിമിയുടെ എനിമി ആരാണ്? പക്ഷേ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവൻ ചോദിച്ച ചോദ്യം എന്നോട് മാത്രമല്ലായിരുന്നു, ഞാൻ എങ്ങനെ അവനെ സഹായിക്കുമെന്നായിരുന്നു. അല്ല യുവർ മാസ്റ്റി, അങ്ങനെയാണ് നോക്കുന്നെങ്കിലും ഈ മുറിമലൻസിന്റെ ശത്രു അല്ലേ ദി സുപ്രീം സേബർ? അപ്പൊ പിന്നെ നമുക്ക് മുറിമലൻസിനെ തന്നെ നോക്കിയാൽ പോരെ? അവരല്ലേ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. എങ്കിൽ അവരെന്ത് ചെയ്തു? വൺ ഓഫ് ദി 17 മാസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നാണം കിടന്ന് കണ്ടിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് ശബ്ദം പോലും ഉയർത്തിയോ? എന്റെ സബോർഡിനേറ്റ്സ് അവരെക്കാട്ടും വീക്കറായിരുന്നു. എന്നിട്ട് അവരുടെ ജീവൻ സാക്രിഫൈസ് ചെയ്യാനെങ്കിലും നോക്കി. അത് ദി സുപ്രീം സേബർ എന്ന് പറയുന്നത് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു എനിമിയാണ്. അതിലുപരി അവർ ദി ഗ്രേറ്റ് മിങ് എംപയറും പിന്നെ ഇന്ത്യൻ നേരെ വരാനായിട്ട് നോക്കി. മുറിമലൻസ് അവിടെ നിന്നിട്ട് അവർ ഹെസിറ്റേറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാനിപ്പോ അവരുടെ റിലീജിയൻ മാറ്റിന്ന് പറഞ്ഞേ. എന്താണ് ഇവിടെ പ്രശ്നം? ഇമ്പീരിയൽ മാസ്റ്റി നല്ല ദേഷ്യത്തിലാണ്. പൊളിറ്റിക്സിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഭാഗത്ത് മാത്രമേ അദ്ദേഹം നിൽക്കാറുള്ളൂ. സോ ഇന്നിനി ഞാൻ ജിങ്ഹോനെ കംപ്ലീറ്റ്ലി ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് നിന്നത്. പക്ഷേ ഇമ്പീരിയൽ പാലസ് വരെ ഒരു സ്പൈയിലെ സ്ഥിതിക്ക് ഇയോൺ ചിയോൺ അവൻ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല അവന്റെ മാർഷൽ പൗട്ട്സ് എന്റെ ഇമാജിനേഷനിലും അപ്പുറമാണ്. എന്നാൽ അത് മാത്രമല്ല അവന്റെ ബുദ്ധി സാമർഥ്യം അതുപോലെ തന്നെയാണ്. എല്ലാവരും കൂടെ കേൾക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ദി ഹെവലി ഡിവൈൻ കൾട്ടിന്റെ കൂടെ ഞാൻ ചേരാൻ കാര്യം സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ സെക്ടിനെ ഡിഫീറ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇതിലും നല്ല പ്ലാൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസിഷൻ തിരുത്താൻ തയ്യാറാണ്. എന്തായാലും ഇന്നിനി അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. ഇനി എന്തായാലും ബെറ്റർ ഉള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുറിമലൻസിന്റെ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഈ ഒരു ഇൻസിഡന്റ് അറിഞ്ഞതിന് ശേഷം 3 ദിവസത്തോളം അവരോട് ഇന്ന് മീറ്റിംഗ് കൂടി. സുപ്രീം സേബറിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് ഈ ഹെവലി ഡിവൈൻ കൾട്ട് എന്ന് പറയുന്ന ഒരു അലയാക്കാനാണെങ്കിലും പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് അത് വലിയ പ്രശ്നമാണ്. അതിലുപരി അവർ ഏറ്റവും കൂടുതൽ അലർട്ട് ചെയ്ത് ഇയോൺ ചിയോന്റെ ആ ഒരു സ്ട്രെങ്ത് ആയിരുന്നു. ഇതിനു മുമ്പ് പലരും തന്നെ ഈ ഒരു ഫോമുലസ് സോഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ മരണത്തിന്റെ വക്കത്തായിരുന്നു. അവരുടെ ജീവിതം തീരുന്ന സമയത്തായിരുന്നു. എന്നാൽ ഇയോൺ വെറും 20ാമത്തെ വയസ്സിലാണ് ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അമിതബ ആ പറഞ്ഞത് സത്യമാണോ? അതെ,
അദ്ദേഹം ഡിസിഷൻ മാറ്റാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ വേണം. ആ പറഞ്ഞതായിരുന്നു മിജു. നമ്മുടെ ഇമ്പീരിയൽ പാലസിന്റെ ഉള്ളിൽ നമ്മുടെ മുറിമലൻസ് വെച്ചിട്ടുള്ള ഒരു സ്പൈ. സിറ്റുവേഷന് വലിയ മാറ്റമൊന്നുമില്ല. എംബർ എന്തായാലും നല്ല ദേഷ്യത്തിലാണ്. അപ്പോൾ ഈ എംബറിന് നാണക്കേട് ഉണ്ടായതാണ് ഇതിനെല്ലാം കാരണം. ചോങ്സോ ഒന്നും ചെയ്യാഞ്ഞതുകൊണ്ട്. വെറുതെ അല്ല എംബർ നമ്മളോടൊക്കെ ഇത്രയും ഡിസപ്പോയിന്റഡ് ആയുള്ളൂ. ഈ കോങ് ടോങ് സെറ്റ് അത്ര പവർഫുൾ ഒന്നുമല്ലെന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ. എന്റെ ദൈവമേ, അപ്പോൾ ഞാൻ കാരണമായിരുന്നു. ഞാനാണ് ഇതിനെല്ലാത്തിനും കാര്യമായത്. എനിക്ക് മനസ്സിലായി, ഞാൻ കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഈ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ എടുക്കുവാണ്. നിനക്ക് നാണക്കേടും തോന്നുന്നില്ലേ? ബാക്കി ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവിടെ സഹായിക്കാനെങ്കിലും മുന്നിലേക്ക് വന്നു. പക്ഷെ നീ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് സോയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്തേ നിനക്ക് ദേഷ്യം വരുന്നുണ്ടാ? നീയല്ലാതെ ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ അവിടെ ഓടി ഒളിക്കുകയാണ് ഉണ്ടായത്. കാര്യം ഞാൻ കംപ്ലീറ്റ്ലി പവർലെസ് ആയിരുന്നു. അടുത്ത സെക്കൻഡ് അവൻ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ എന്റെ കയ്യിൽ പിടിച്ച് പറയുവാണ്, എന്റെ സ്ഥാനത്ത് ഞാനല്ലാതെ നീയായിരുന്നെങ്കിലും അവിടെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. നീ എന്താണ് ഈ പറഞ്ഞത്? നീ ശരിക്കും സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്? ഒരാണിനെ അവന്റെ വാക്ക് എന്നും മാത്രം വലുതാണെന്ന് നിനക്കറിഞ്ഞൂടെ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തുമാത്രം കേപ്പബിൾ ആണെന്ന്. അലയൻസ് ലീഡർ, എന്നെ അവിടെ കേൾക്കൂ. ഞാൻ ഇമ്പീരിയൽ മാച്ചിനെ പോയി കണ്ട് ഞാൻ തന്നെ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം. ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തുകയും ചെയ്യാം. എനിക്ക് ആരെയും തന്നെ അവിടേക്ക് അയക്കണമെന്നില്ലായിരുന്നു. കാര്യം ഈ ഇഷ്യൂ ഇത്ര എന്തായാലും അവനായിട്ട് വന്ന സ്ഥിതിക്ക് നിനക്കുറപ്പാണോ ഇത്? അതെ, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. താങ്കൾ പേടിക്കേ വേണ്ട. അലയൻസ് ലീഡർ, ഞാനും അദ്ദേഹത്തിനോട് പൊക്കോളാം. എന്നെയും അദ്ദേഹത്തിന് കൂടെയൊക്കെ. ബോസോ? മുറും അലയൻസ് സത്യം പറഞ്ഞ 3 ഓർഫനുള്ള ചിൽഡ്രൻസിനെ എടുത്തിരുന്നു. മോ യുജു, കാങ്സോ ഹാ ആൻഡ് ഇയോൺ ബൂസോ. ഇവർ 3 പേരും മാർഷൽ ആർട്സിലെ അഗ്രഗണ്യന്മാരായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും ടാലന്റഡ് ആളായിരുന്നു നമ്മുടെ ഇയോൺ ബൂസോ. 17 മാസ്റ്റേഴ്സിന്റെ മകനെ പോലെയാണ് അവൻ വളർന്നത്. അതപ്പോ ഡിമോണിക് കൾട്ട് ലീഡർ ഉള്ള കാരണമായിരിക്കും തോന്നുന്നത്. അല്ലെങ്കിലും ഇതിനു മുമ്പത്തെ കൾട്ട് ലീഡർ എന്നെ വെച്ചല്ലായിരുന്ന കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് നോർമലാണ്. അവനും ശരിയാണ്, ഇതവന് വളരാനായിട്ട് ഒരു ചാൻസ് ആണ്. കുറച്ച് ഡേഞ്ചറസ് ആണ്, പക്ഷെ എക്സ്പീരിയൻസ് കിട്ടും. നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്യൂ. താങ്ക് യു. താങ്കൾ എന്നോട് ഉണ്ടോ? അതൊരു ഹോണ്ട തന്നെയാണ്. എനിക്ക് താങ്കളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞോടാ. പക്ഷെ എനിക്കും വരണമെന്നുണ്ട്. താങ്കളോട് ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? ചിയോങ്സോ, നിന്റെ കൈയൊന്ന് നീ കരുതി വെച്ചോ. ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. വിട്ടി, ഒരു ജീനിയസും എൻ്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞ 3 മാസം കൊണ്ട് ഇത്രയും പവർഫുൾ ആയ ഒരു ജീനിയസ് ഇത് നിസ്സാരമായി തന്നെ. പെങ്, നിന്റെ ദേഷ്യം വെച്ചുകൊണ്ട് നീ സത്യം പറഞ്ഞ ഒരു മാസ്റ്റർ ആകേണ്ടവനല്ല. പക്ഷേ നീ എൻ്റെ വാണിങ്സ് എല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. ഡിമോണിക്കൾട്ടിന്റെ ലീഡറിനെ ദയ എന്തെന്ന് അറിഞ്ഞൂടാ. നീ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നീ ചാകാനും ചാൻസ് ഉണ്ട്. പക്ഷേ അല്ലാതെ എങ്ങനെ നീ തിരിച്ചു വന്ന നിന്റെ എക്സ്പ്രഷൻ എനിക്കൊന്ന് കാണണം. പിന്നെ കാണിക്കുന്നത് 3 ദിവസം കഴിഞ്ഞുള്ള കാര്യമാണ്. ദി ഡ്രാഗൺ പാലസ്, അതായത് ഗ്രേറ്റ് മിങ് എംപയറിലെ ഇമ്പീരിയൽ പാലസ് ആണ് സദേൺ ഗേറ്റ്. അവർ മുറിമലൻസിൽ നിന്ന് വന്നവരാണ്. അവരെ കടത്തിവിടൂ. യെസ് സാർ, ഒരു നിമിഷം. അതിനുശേഷം അവൻ പോയിട്ട് തിരിച്ചുകൊണ്ട് പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കണം, താങ്കളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അത് കുഴപ്പമില്ല. ഈ സമയത്താണ് അവൻ പറയുന്നത്, എന്തായാലും നീ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ലെന്ന് തോന്നുന്നു. അമിതബ, ഞാൻ അത് ചെയ്യാനല്ല വന്നത്. മാസ്റ്റർ ഗ്യാക്കിയൊക്കെ ഞാൻ പറഞ്ഞതാണ് ബുദ്ധിസം അദ്ദേഹം തിരഞ്ഞെടുക്കാനായിട്ട്. അവൻ്റെതായ കാര്യമില്ലേ? പിന്നെ തൽക്കാലം ഇമ്പീരിയൽ മാച്ചിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സംസാരിച്ച് ഞങ്ങൾ അദ്ദേഹത്തിനെ വശത്താക്കിക്കോളാം. ബൂസോ, നീ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആയിരിക്കുമല്ലേ? കാര്യം കൾട്ട് ലീഡർ ഇവിടെ ഇല്ലല്ല. പിന്നല്ലാതെ ചെറുതായിട്ട്. അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ എന്റെ പ്രായത്തിലുള്ള ആരും തന്നെ ഞാൻ കണ്ടിട്ടില്ല ലൈക്ക് എന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പിന്നെ എംബറിന്റെ പേഴ്സണൽ ഗാർഡ്സിനൊക്കെ അവരടക്കം ചെയ്തുകൊണ്ട് ആ വൂൺസ് നോക്കി എനിക്ക് എന്നും അത്ര ഡേഞ്ചറസ് ആണെന്ന് പോലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അവനെന്തായാലും എന്നെക്കാട്ടും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്കൊരു റൈവലിനെ ഇയോൺ ബോസ് എന്ന് പറയുന്നത് കൗണ്ട്ലെസ് ആയ എക്സ്പെർട്ട് മാർഷ്യൽ ആർട്ടിസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ ജിങ്ഹേലി അവന്റെ പ്രായമുള്ള അവനോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാളെ പോലും അവനെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇയോൺ ചിയോനെ അവനെ റൈവലാക്കി കാണാനാണ് താല്പര്യമുള്ളത്. അതുമാത്രമല്ല, ഈവൻ കറണ്ട് 17 മുറി മാസ്റ്റേഴ്സിലെ 3 പേർക്ക് മാത്രമേ നമ്മുടെ ഇയോൺ ബൂസോനെ ഡിഫീറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ആ സമയത്താണ് അവൻ അത് റിലീസ് ചെയ്തത്. അവൻ ശരിക്കും ഒരു ജീനിയസ് ആണെന്ന്. നീ എന്റെ റൈവലാണെങ്കിൽ എന്നെ വിധു തന്നെ നിന്റെ അടുത്തേക്ക് നയിക്കും. സാർ ഒരു പ്രശ്നമുണ്ട്. എന്തു പറ്റി? എൻട്രൻസ് പാസ്? അതല്ല, നീ ഒന്ന് സമാധാനപ്പെടൂ, എന്നിട്ട് കാര്യം പറ. അത് ഡിമോണിക് കൾട്ടിലെ ആൾക്കാർ ആ ടെമ്പിൾസ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്താണ് ഈ പറഞ്ഞത്? അവരെല്ലാരും ഞെട്ടി. ഇതൊട്ടും നല്ലതല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇമ്പീരിയൽ മാച്ചിനെ പോയി കാണണം. നിങ്ങൾ അവിടേക്ക് പോകോ, ഞങ്ങൾ ആ ടെമ്പിൾ ഷട്ട് ഡൗൺ ചെയ്ത് നിർത്തിക്കോളാം. അമിതബ, പെട്രേച്ച് പെങ്, നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അവരവിടേക്ക് പോകുകയും ആ സമയത്ത് ആ ഒരു ഫീമെയിൽ മോങ്ക് ആ ടെമ്പിളിനെ നേരെ പോവുകയും ചെയ്യും. ഡിമോണിക് കൾട്ട് ലീഡർ, അപ്പോ നീയും തിരിച്ചെത്തിയോ? പിന്നെ കാണിക്കുന്നത് ആ ടെമ്പിൾ നിൽക്കുന്ന സ്ഥലമാണ്. അതെല്ലാം തന്നെ നമ്മുടെ ഡിമോണിക് കൾട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ക്രൂരന്മാരെ, എല്ലാം നിർത്തു, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. പെട്ടെന്നായിരുന്നു ഒരു തരം വല്ല ചവിട്ട് ദൂരത്തേക്ക് ഇട്ടത്. എന്ത് ക്രൂരന്മാരോ?
ഇതിനി മുതൽ ഞങ്ങൾ സ്ഥലമെന്നറിഞ്ഞൂടെ? നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഇത് മുറി മലൻസിന്റെ സ്ഥലമാണ്. നിങ്ങൾക്ക് എന്നോട് തെറ്റുപറ്റിയത് നാങ്ങളെ. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ഹിയോബോങ് നടന്നു വരും. കാര്യങ്ങളൊക്കെ കുഴപ്പമാകുവാണല്ലോ. അടുത്ത സെക്കൻഡിലാണ് അവൻ അവിടെ ഉണ്ടെന്ന മരുന്നിനെ കത്തിച്ച് കളഞ്ഞത്. അല്ല, ഇതെന്താണ്? ഡീമൻസ് ആരെങ്കിലും മുന്നിലേക്ക് കടന്നു വന്ന എല്ലാത്തിനെ ചുട്ട് ചാമ്പലാക്കുന്നതായിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? പെട്ടെന്നാണ് കുറെ പേര് അവിടേക്ക് ഓടി വരുന്നത്. ഹിയോബോങ് അങ്ങോട്ടെ ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കാൻ നേരത്ത് അവനെ ചുറ്റിനും കുറെ പേർ നിപ്പോണ്ടായിരുന്നു. അമിത്തവ, ഞാൻ താമസിച്ചില്ല അപ്പോലെ. നമ്മൾ അലേസായിരിക്കും. പക്ഷേ നിങ്ങൾ ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ലൈനാണ് ഇന്ന് ക്രോസ് ചെയ്തത്. ലൈൻ ക്രോസ് ചെയ്തെന്നോ? നീ ആരാണ്? അവൻ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അവനെ കണ്ടിട്ട് 10-20 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ്റെ ഓറ, അവൻ എന്തായാലും ഇവല്യൂഷണലി റിയൽ തന്നെയാണ്. അപ്പോൾ ഇവനാണല്ലേ ഡിമോണിക് ജോങ്സോ, നിനക്ക് തെറ്റി. അവൻ ലൈഫ് ഓർ ഡെത്ത് റിയലത്തിലൊന്നുമല്ല. ഇവൻ ഉറപ്പായിട്ടുമല്ല. അമിത്തബ, ഹെങ്ഷാൻസെക്കിലെ ഹെഡാണ് ഞാൻ. നീ നിന്റെ കൾട്ടിലെ മെമ്പേഴ്സിനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഓർത്തഡോക്സ് അലയൻസിന്റെ ടെറിട്ടറിയാണിത്. ഇവിടെ റൂൾസ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓർത്തഡോക്സോ? പക്ഷെ അതെപ്പോ തൊട്ടാണ്? അതെന്തോ കളഞ്ഞെന്നല്ലേ കേട്ടത്? അമിത്തബ, ഞാനിവനെ ഡിഫീറ്റ് ചെയ്യണം. ഞാൻ നിന്നെ വാൺ ചെയ്തതാണ്. ഡിമോണിക് ലീഡർ, ഇത് നീയായിട്ട് വരുത്തി വെച്ചതാണ്. നീനിത് റിഗ്രറ്റ് ചെയ്യല്ലേ? റിഗ്രറ്റോ? ഞാനെന്ത് റിഗ്രറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇയോൺ ചെയ്യാൻ അവളുടെ തൊട്ട് പുറകിൽ വന്ന് ചോദിച്ചു. ആരാണ് നീ എന്ന് പറഞ്ഞിട്ട് അവളൊരു അറ്റാക്ക് ചെയ്യാൻ ഇയോൺ നിസ്സാരമായി തന്റെ വിരലുകൾ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത് കളയും ചെയ്തു. നീയാണ് എന്നെ ആദ്യം അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്തിന് പിടിച്ച് ഇയോൺ നേരെ പൊക്കിയെടുത്തു. നാശം, അവന്റെ എൻഹാൻസ് എനർജി കാരണം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ കിയോ ശരിക്കും. ആ സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും അവിടെ മുട്ടുകുത്തി. ദി ഗ്രേറ്റ് ഡ്യൂമൻ ലോർഡ്, ഞങ്ങളിതാ താങ്കളെ വണങ്ങുന്നു. എന്ത്? അപ്പോൾ ഇതായിരുന്നു ഡിമോണിക് കൾട്ടിന്റെ ലീഡർ. അവനവളെ കൈ കൊണ്ട് പൊക്കെന്നെ പിടിച്ചിരിക്കുന്നത്. അവൾക്ക് നനങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ പറയുന്ന സമയത്ത് സീരിയൽ സോഡ് ഹാർമണി യൂസ് ചെയ്യണം. പറഞ്ഞത് മനസ്സിലായോ? അടുത്ത സെക്കൻഡ് തന്നെ അവർ രണ്ടുപേരും നേരെ മുകളിലേക്ക് ചാടി. എന്നിട്ട് പരസ്പരം ചവിട്ടിക്കൊണ്ട് നേരെ താഴത്തേക്ക് പറന്നു വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മാസ്റ്ററിനെ വെറുതെ വിടറാ ഡിമോണിക് കൾട്ടിലെ നായകളെന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടുപേര് ചാടി വന്ന് അവരെ കിക്ക് ചെയ്തത്. അവര് തട്ടിത്തെറിച്ച് പോയത്. ഡീമൻ ലോഡിനാണോടി അങ്ങനെ വിളിക്കുന്നത്? അത് ശരിക്കും റൂഡാണ്. ഒരൊറ്റ കിക്കുണ്ട് ഇത്ര സ്ട്രെങ്തോ? അവർ രണ്ടുപേരും വാങ്ചുവൽ, ഹിയോബോങ്, നീ സുഖമായിട്ടിരിക്കുന്നോടാ? നിന്നെ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും ഹാപ്പി ആയിരുന്നു. കാര്യം 6 സോട്സിൽ ഞാൻ മാത്രമായിരുന്നു ഇവല്യൂഷണലി റിയലത്തിലേക്ക് എത്തിയത്. പക്ഷേ ഹിയോബോങ്ങിന്റെ ഓറ അതെന്നെക്കാട്ടും മുകളിലാണ്. ഒന്നുകൂടെ നോക്കാൻ നേരത്ത് അവൻ്റെ മാർഷൽ ആർട്സും ഇപ്പം എന്നെക്കാട്ടും മുകളിലാണെന്നാണ് തോന്നുന്നത്. അവൻ ഇപ്പോഴെങ്ങനെ 6 സോട്സിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനായിരിക്കും 1ാം സ്ഥാനത്ത് വരാൻ പോകുന്നത്. ഇത് നീയായിട്ട് വരുത്തി വെച്ചെന്നുകൊണ്ട് പെട്ടെന്ന് അവൾ ഒരറ്റാക്കാണ്ട് അവളുടെ ശരീരത്തിലേക്ക് ചെയ്യും. അത് ഇൻഡയറക്റ്റ് സ്ട്രൈക്ക് ആയിരുന്നു. ആ ഒരറ്റയ്ക്ക് അവളുടെ ശരീരത്തിൽ നിന്ന് ഇയോന്റെ ശരീരത്തിലേക്ക് വരികയും എന്നാൽ അത് നിസ്സാരമായി തന്നെ അവൻ്റെ ശരീരത്തിലൂടെ കയറി നിലത്തേക്ക് പോവുകയും ചെയ്യും. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, അവൻ അത്ര നിസ്സാരമായി അത് ഡിഫ്ലക്ട് ചെയ്തോ. ജിയോങ്സോ, നീ പറഞ്ഞത് സത്യമായിരുന്നല്ലേ? നീ ശരിക്കും ഡിറ്റർമിൻഡ് ആയുള്ള ഒരു മോങ്കാണല്ലോ. ഡിമോണിക് കൾട്ട് ലീഡർ, ഞാൻ മുറി മലൻസിന്റെ ഒരു പാർട്ടാണ്. നമുക്കിത് പറഞ്ഞു തീർക്കാം. പിന്നെ കാണുന്നത് അവളുടെ കൈ മുറിഞ്ഞ് തെറിച്ച് പോകുന്നതാണ്. വേദന കൊണ്ട് അവൾ അലറാനായിട്ട് തുടങ്ങി. അടുത്ത സെക്കൻഡ് ഇവൻ അവളെ വലിച്ച് നിലത്തേക്ക് എറിഞ്ഞു. നിന്റെ ഒരു കൈ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് സംസാരിക്കാം. നമ്മൾ അലേസ് അല്ലേ? എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്ര നിസ്സാരമായി എംപ്രസിനെ അദ്ദേഹം എല്ലാരും പിടിച്ചു കിട്ടിയേക്ക്. ആരെങ്കിലും റെസിസ്റ്റ് ചെയ്താൽ കൊന്നു കളഞ്ഞേക്ക്. യെസ് സാർ. പിന്നെ കാണിക്കുന്നത് ദ മെയിൻ ബിൽഡിംഗ് ആണ്, എംപയറിന്റെ സ്ഥലം. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അല്ല, ഇത് ശരിക്കും ഷോക്കിംഗ് ആണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇദ്ദേഹത്തിന് ഇത്രയും പേരെ, അതും ഈ ചെറിയ പ്രായത്തിൽ തന്നെ. ഞാനിപ്പോൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദി സ്ട്രോങ്ങസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റിലെ ഒരാളെയാണ്. മതി, യുവർ ഇമ്പീരിയൽ മാജസ്റ്റി, താങ്കളത് കണ്ടോ? താങ്കളുടെ 5 പേരെ എത്ര നിസ്സാരമായിട്ടാണ് ഞങ്ങളുടെ മുറി മൈലൻസിലെ ഒരാൾ പിടിച്ചു വെച്ചതെന്ന്. 5ഓ? കൊള്ളാം. എന്ത് വിലയെടുത്തും ഇമ്പീരിയൽ മാജസ്റ്റിനെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ആക്കണം. എങ്കിൽ മാത്രമേ. അടുത്ത സെക്കൻഡിൽ അവൻ കൈഞ്ഞൊടിച്ചു. ആ സമയത്ത് അവിടേക്ക് കുറേയധികം പേര് ഓടി വരും. അവരുടെ ചുറ്റിനും ഇഷ്ടം പോലെ പേര് വന്നു നിൽപ്പുണ്ടായിരുന്നു. യുവർ മാജസ്റ്റി, ഇതെന്താണ്? അല്ല, ഇനിയെങ്ങാനും 300 പേരാണ് ഒന്ന് കൈഞ്ഞൊടിക്കുന്ന ലാഘവത്തോടു കൂടി ഡിമോണിക് കൾട്ടിന്റെ ലീഡർ പിടിച്ച് നിലത്തു കുത്തിയത്. നിന്റെ പേരെന്തെന്നാടാ പറഞ്ഞത്? ഇയോൺ ബൂസോയോ? നീ ഒന്നൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ കേട്ടത് ശരിയാണോ? അതേ ഇപ്പോൾ പറഞ്ഞത് 300 എന്നല്ലേ? ഇവൻ ദി പെങ് പെട്രിയച്ചൻ തന്നെ ഇവരെല്ലാവരും ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ട്രൂ എനർജി യൂസ് ചെയ്ത് ഇവരെല്ലാം മുട്ടുമടപ്പിക്കുന്നത് അതൊട്ടും നിസ്സാരമല്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 100 പേരെ
പക്ഷേ അത് ചെയ്യാൻ അരമണിക്കൂർ കൂടുതലെങ്കിലും എടുക്കും. ഒരു കൈഞ്ഞുടൽ എങ്ങനെയാണ് ഈ 300 പേരൊക്കെയാ? എന്തേ, നിനക്ക് പറ്റത്തില്ലേ? നീ അധികം വിഷമിക്കൊന്നും വേണ്ട. അദ്ദേഹം ഒന്ന് കൂട്ടി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിന്റെ സ്കിൽ എന്താണെന്ന് അറിയണ്ടേ? അതും ശരിയാണ്. ഇതേപോലത്തെ റൂമേഴ്സ് എപ്പോഴും കൂട്ടിയാണല്ലോ പറയാറുള്ളത്. ഞാനെന്തായാലും അദ്ദേഹത്തിനെ പ്രൂവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഡിമോണിക് കൾട്ടിന്റെ ലീഡർ എൻ്റെ ഒരു റൈവൽ തന്നെയാണല്ലേ? ഓഫ് കോഴ്സ് യുവർ മാജസ്റ്റി, എനിക്കത് സാധ്യമാകും. എന്നാൽ അത് ഞാനിപ്പോൾ ചെയ്താൽ അത് ഞാൻ അവനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ലേ? കാര്യം അവൻ്റെ സ്കില്ല് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിലെവിടെയാണ് ഒരു അതുകൊണ്ട് മറ്റൊരു കാര്യം ഞാൻ താങ്കളെ കാണിച്ചു തരാം. മറ്റൊന്നോ? അതെന്താണ്? അടുത്ത സെക്കൻഡ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഇനൂസിനൊക്കെ സോഡ് നിര മുകളിലേക്ക് ഉയർന്നു. എന്നിട്ട് അതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അല്ല, ആ കാണുന്നത് ക്യു എ സോട്ട് കൺട്രോൾ ആണോ? ഹൾമസ്റ്റർ, അല്ല, അത് ശ്രദ്ധിച്ചു നോക്ക്, അത് ക്യു എ സോട്ട് കൺട്രോൾ അല്ല യുവർ മാജസ്റ്റി. അത് വളരെ അഡ്വാൻസ്ഡ് ആയുള്ള ഒരു സ്കില്ലാണ്. എനിക്ക് തോന്നുന്നത് ജിങ്ഹൽ തന്നെ ആ 5 ഗ്രേറ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ്. 5ഓ? അപ്പോൾ ഡിമോണിക് കൾട്ട് ലീഡർ അവൻ 5-ലുള്ളതാണോ? അല്ല, പക്ഷേ അവരുടെ ഫോർമർ ലീഡർ ആ 5-ലുണ്ടായിരുന്നു. അങ്ങനെയാണല്ലേ? അപ്പോൾ ഇവരെക്കാട്ടും എത്ര ഉയരത്തിലാണ് ഡിമോണിക് കൾട്ടിന്റെ ലീഡർ ഉള്ളത്? അവൻ എന്തുമാത്രം സ്ട്രോങ്ങർ ആണ്? ഉള്ളത് പറയാനാണെങ്കിൽ അലയൻസ് ലീഡർ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ കഴിവ് കാഴ്ചവെച്ചാൽ പോലും അത്രത്തോളം എത്തത്തില്ല. എന്നിട്ടും അദ്ദേഹം ഒരു കൊച്ചിനെ ഇവിടെ കഴിച്ചിരിക്കുന്നു. ഡിമോണിക് കൾട്ടിന്റെ ലീഡറിനെ കാണാൻ നേരത്ത് നിന്റെ എക്സ്പ്രഷൻ ഇതുപോലെ തന്നെയായിരിക്കുമെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഈ ഒരു ടെക്നിക്ക് കൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റേണ്ട സാധിക്കും. അടുത്ത സെക്കൻഡ് അവൻ എന്റെ ചുറ്റിനും ഒരു വട്ടം വരച്ചു. എന്നിട്ട് പറയും ചെയ്യും, യുവർ മാജസ്റ്റി, താങ്കളെ ഇനൂസിനോട് എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ. ഈ വട്ടത്തിന്റെ അന്ന് ഞാൻ പുറത്തിറങ്ങത്തില്ല, പക്ഷെ അവരെല്ലാവരും തന്നെ ഞാൻ ഡിഫീറ്റ് ചെയ്യും. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, ചെല്ലു. അടുത്ത സെക്കൻഡ് അവന് ചുറ്റും എല്ലാവരും തന്നെ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. എന്നാൽ അവന്റെ ആ ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട് അവരെല്ലാവരും തന്നെ ഡിഫെൻഡ് ചെയ്യും. അവിടെ ഒരു വലിയ ടൊർണാഡോ ക്രിയേറ്റ് ചെയ്യാനും തുടങ്ങി. അല്ല, ഈ ഒരു കാറ്റ്! പിന്നെ കാണുന്നത് എല്ലാവരും പല വഴിക്ക് തെറിച്ച് പോകുന്നതാണ്. നാശം! ഇതെന്താണ് ഈ എനർജി എനിക്കിവിടെ? യെസ്, എന്നെ കൊണ്ട് സാധിച്ചു യുവർ മാജസ്റ്റി, താങ്കളത് അല്ല, അതേ എന്താണ് ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്നത്? ഇതൊട്ടും തന്നെ ഇംപ്രസീവ് അല്ലായിരുന്നേ. യുവർ മാജസ്റ്റി, താങ്കളെ കണ്ടത് എല്ലാവർക്കും പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നത് 1 ഓഫ് ദി 5 ഗ്രേറ്റസ്റ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റിന് പോലും നീ കൂടുതൽ പറയാനും വേണ്ട. എനിക്ക് 5 ഗ്രേറ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റിനെ പറ്റിയൊക്കെ നന്നായിട്ടൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ യുവൻ ബ്യൂസോ, എനിക്ക് മനസ്സിലായി, നിനക്ക് സ്കില്ലുണ്ട് യുവർ മാജസ്റ്റി എന്നോട്. പക്ഷെ നിനക്ക് നിന്റെ അച്ഛനെ 3 മൂവ്സിനുള്ളിൽ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അത് പാടാണ്. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു മിസ്റ്റിക് റിലത്തിലാണ്. പക്ഷേ അത് മാത്രമല്ല, ബ്ലേഡ് ടെക്നിക്കിൽ അദ്ദേഹം പിനക്കലാണ്. ഞാൻ എങ്ങനെയാണ്? എന്തായാലും വിട്ടേക്ക്, ഇത് ഞാൻ തൽക്കാലം കണ്ണടച്ച് കളഞ്ഞു. നാശം! ഇങ്ങനെയാണെങ്കിൽ ആ റിലീജിയൻ ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല യുവർ മാജസ്റ്റി എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുട്ടുകുത്തി. പെട്ടെന്നാണ് യുവർ മാജസ്റ്റി എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് ഒരാൾ അവിടേക്ക് വന്നത്. എന്ത് പറ്റി? അതൊരു ടൂറിസ്റ്റ് മോങ്കാണ് യുവർ മാജസ്റ്റി. അവനകത്തേക്ക് വിടൂ. ഞാൻ ദി ഗ്രേറ്റ് മിങ് എംപയറിനെ ഇതാ ഗ്രീറ്റ് ചെയ്യുന്നു. ഞാൻ മറ്റൊരാളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? താങ്കൾക്കറിയാല്ല, നമ്മുടെ അലയൻസ് കാരണം തന്നെ നമുക്ക് വർഷങ്ങളുള്ള ഒരു ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈവൽ ഡിമോണിക് കൾട്ട് ഞങ്ങളുടെ ടെമ്പിൾസ് ഒക്കെ തകർത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഡിമോണിക് കൾട്ട് ലീഡർ അവിടെ കാണുമല്ലേ? മാസ്റ്റർ പെങ്, എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് പറ്റിയൊരു ചാൻസ് തന്നെയാണ്. നമുക്ക് തൽക്കാലം വിടുന്നത്. അല്ല, നീ പറഞ്ഞു വരുന്നത്? അതെ, ഞാൻ ഡിമോണിക് കൾട്ട് ലീഡറിനെ ഫൈറ്റ് ചെയ്യേണ്ടി പോകുവാണ്. എന്നിട്ട് ഇതിനെല്ലാത്തിനും ഒരു ഉത്തരം. എന്റെ മനസ്സെന്തായാലും മാറാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പോകാവുന്നതാണ്. യെസ് യുവർ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അവരുടെ അവിടെ നിന്ന് ഇറങ്ങി. യുവർ മാസ്റ്റർ, താങ്കൾ? അവരെന്തായാലും പോവുകയാണ്. അഫ്കോഴ്സ് അവർ പോകാൻ പോകുന്നത് ഇയോന്റെ അടുത്തേക്കായിരിക്കും. അവന്റെ കണ്ണ് ഡിമോണിക്കലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ തിളങ്ങുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഒരു അരഗൺസ് ഒരു മനുഷ്യനെ കൊല്ലത്തേയുള്ളൂ. ഞാൻ നിങ്ങളെ രണ്ടുപേരെ രക്ഷിക്കാൻ നോക്കിയതാണ്. പിന്നെ കാണുന്നത് അവർ നേരെ പാഞ്ഞവടിക്ക് പോകുന്നതാണ്. അല്ല, നീ ഡിമോണിക്കലിന്റെ ലീഡറിനെ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ ഉള്ളത് പറയാലോ, അതെങ്ങനെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും അവൻ മനുഷ്യനല്ല, അവനൊരു മോൺസ്റ്റർ. അല്ലല്ല, അവനൊരു മോൺസ്റ്ററും അല്ല, അവനൊരു ഡീമൻ ഗോഡ് തന്നെയാണ്. ഇത് തന്നെയായിരുന്നു ചിയോങ് സോയും പറഞ്ഞിരുന്നത്. അതിനർത്ഥം അവൻ ശരിക്കും ഡേഞ്ചറസ് ആയിട്ടാണ്. എന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് പൂട്ടിക്കെട്ടി വെക്കാൻ. ഇല്ലേ, അവിടെ നോക്ക്. ദൂരെ നോക്കാൻ നേരത്ത് അവിടെ ആ ഒരു ഹെങ് സാൻ സൈറ്റിലെ മെമ്പേഴ്സിനെ അവൻ കണ്ടു. സോർ സിയോങ്, ഞാൻ തൽക്കാലം ആദ്യം പോകുവാണ്, ഇതെന്റെ ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുന്നിലേക്ക് പോയി. പെങ് ക്ലാനിലെ വാരിയേഴ്സ് എല്ലാവരും തന്നെ സോഡ് ഉയർത്തിക്കൊള്ളും പറഞ്ഞ് അവൻ നേരെ മുന്നിലേക്ക് പോയത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരു ഫിറോഷ്യസ് ആയുള്ള ഓറ അവന് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ബൂസോ ഒന്ന് സ്റ്റക്കായി. അല്ല, ഈ ഒരു എനർജി അതൊരു മനുഷ്യൻ്റെതല്ല. മാസ്റ്റർ പെങ്, ഒന്ന് വെയിറ്റ്. പിന്നെ അവൻ കേൾക്കുന്നത് വലിയൊരു അലർച്ചയാണ്. നാശെന്ന് പറഞ്ഞ് അവൻ നേരെ മുകളിലേക്ക് ചാടി. അവൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഒട്ടും നിസ്സാരമല്ലായിരുന്നു. അവന്റെ ശരീരം അടിമുടി വിയർക്കാനായിട്ട് തുടങ്ങി. പിന്നെ കാണുന്നത് പെങ്ങിന്റെ തലയിൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഇയോനെയാണ്. അവന്റെ കൈ കൊണ്ട് ഇയോന്റെ മുഖത്തുണ്ടായിരുന്ന ആ ചുര തുടച്ചിട്ട് പറയുകയും ചെയ്യും,
കുറച്ചധികം പേർക്ക് ഇന്ന് കൈ കളയാഞ്ഞിട്ട് മേലെന്ന് തോന്നുന്നു. ദി ഹെബൈ പെങ് ക്ലാൻ. ഈ ക്ലാൻ സത്യം പറഞ്ഞാൽ നല്ല പേര് കേട്ട ഒരു ക്ലാൻ തന്നെയാണ്. അത് മാത്രമല്ല ഇവർ ബ്ലേഡ് ടെക്നിക്ക് ടോപ്പ് 3യിൽ തന്നെയാണ് മുറും അലയൻസിനകത്ത്. പെങ് മുഹോൾ അവനൊരു മറ്റൊരു അമ്മയുടെ ബ്രദറാണ്. പിന്നെ ഹെബൈ പെങ് ക്ലാനിന്റെ പെർട്രേസ് എന്ന് പറയുന്നത് പെങ് ഗ്യൂഹ്യു ആണ്. അദ്ദേഹം ഓർത്തഡോക്സ് മുറും അലയൻസിൽ തന്നെ ടോപ്പ് 5 ബ്ലേഡ്സ്മെനിലെ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അംബിഷൻ ശരിക്കും വലുതാണ്. മുറും അലയൻസിന്റെ നടുക്ക് നിൽക്കണമെന്നാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പൊസിഷൻ അത്രക്കൊന്നുമില്ലായിരുന്നു. സുപ്രീം സേബറായിട്ട് പുള്ളിക്കനിപ്പ് ഫൈറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്നറിയാം. കാര്യം അത്രത്തോളം ലിറ്റിലുള്ള ഇൻഫർമേഷൻ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. എന്നാൽ ആ സമയത്താണ് ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് വീണ് കിട്ടിയത്. ദി ഹെവലി ഡീമൺ ഡിവൈൻ കൾട്ടിന്റെ ആ ഒരു പ്രശ്നം കാരണം തന്നെ ജോങ്സോ അവന്റെ പദവി ഉപേക്ഷിക്കാൻ പോകുവാണ്. അതിനർത്ഥം ഇനി ഒരു പ്രൊമോഷന് സാധ്യതയുണ്ട്. ഈ സമയത്താണ് അവൻ നേരെ അത് ഏറി പിടിച്ചത്. ഞാനിവിടെ എന്നെ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉയരങ്ങളിലേക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എത്താൻ സാധിക്കും. അതും പറഞ്ഞുകൊണ്ടാണ് അവൻ നേരെ മുന്നിലേക്ക് വന്നത്. അല്ല, ഈ കൂട്ടത്തിൽ ആരാണ് ഡിമോൺ കൾട്ട് ലീഡർ? ആ സമയത്ത് ഈയണും ബാക്കിയുള്ളവരും അവിടെ നിൽക്കുമായിരുന്നു. ആ, കിട്ടിയവനെ, എനിക്കുറപ്പാണ് അതവൻ തന്നെയാണ്. എന്നാൽ അവന്റെ ഓറ അത് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇയോൺ ബോസിന് അവനെ ബാക്കി വെച്ചാൽ മാത്രം മതി. എന്നാൽ ഈ മുമ്പിൽ നിൽക്കുന്നവന് അവന് പ്രത്യേകിച്ച് എനർജി ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, നിന്നിൽ നിന്ന് ഞാൻ തുടങ്ങുന്നതിനോട് പെട്ടെന്ന് അവൻ ആള് മാറി നമ്മുടെ ഇയോൺ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. ഷിഫ്റ്റ് ക്ലോൺ ടെക്നിക്കോ? അടുത്ത സെക്കൻഡിൽ കാണുന്നത് ഇയോൺ അവന്റെ കയ്യിൽ കയറി പിടിച്ചതാണ്. പിന്നെ അവൻ കാണുന്നത് സ്വന്തം കൈ അറ്റ് പോകുന്നതാണ്. അവനെന്ന് നിലവിളിക്കാനുള്ള സെക്കൻഡ് പോലും ഇയോൺ കൊടുത്തില്ല. അതിനു മുമ്പ് തന്നെ അവന്റെ തലയിൽ പിടിച്ച് നേരെ ആ ഒരു ട്രൂ എനർജി യൂസ് ചെയ്ത് അവനെ മുട്ടുമടക്കി. അല്ല, ഈ ഒരു എനർജി ഇത് അല്ല, ഇനി ഇതെങ്ങാനുമാണോ ഡിമോണിക് കൾട്ട് ലീഡർ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവന്റെ തലയിൽ ചട്ടി ഇയോൺ നേരെ നിലത്തേക്ക് പിടിച്ചു. ഇതും കണ്ടുകൊണ്ടാണ് അവർ നേരെ അകത്തേക്ക് വന്നത്. ഡാ, നീ എന്ത് ചെയ്യുവാ? നിക്കി, നിർത്തൂ. കണ്ടിട്ട് രണ്ടുപേർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. അതെന്തായാലും ഭാഗ്യം, അവരിപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. ഈ സമയത്താണ് ആ എക്സിന്റെ അവിടേക്ക് നമ്മുടെ സാർ മാ എത്തിയത്. അല്ല, ആ മനുഷ്യൻ അത് ദി ഡാർക്ക് കിങ് അല്ലേ? കണ്ടിട്ട് ഇത് കുറച്ച് നല്ലതായിട്ട് തോന്നില്ല. നമ്മൾ ഇവിടുന്ന് മര്യാദക്ക്, എനിക്കുറപ്പാണ് ആ കാണുന്നതാണ് ഡിമോണിക് കൾട്ടിന്റെ ലീഡർ. കാര്യം അവന്റെ ഏജിനെ പറ്റിയ ഓർമ്മയല്ല അവന്റെ ചുറ്റിനുമുള്ളത്. അവന്റെ മാർഷ്യൽ ആർട്ട് ലെവൽ പോലും ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്കിപ്പം തന്നെ അവനെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ ക്ഷമയോടെ കാത്തു നിൽക്കണം. ഡിമോണിക് കൾട്ട് ലീഡർ, താങ്കളെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ ദി എൽഡസ്റ്റ് സൺ ഓഫ് ദി മോറിം അലയൻസ് ലീഡറായുള്ള ദി വൈറ്റ് റാങ്ക് സ്ക്വാഡ് ക്യാപ്റ്റനായുള്ള ഇയോൺ ബൂസോയാണ്. അപ്പോ അവനാണ് അടുത്ത ടോപ്പ് 5 മാർഷ്യൽ ആർട്ടിസ്റ്റിന്റെ കാൻഡിഡേറ്റ് അല്ലേ? അപ്പൊ മുറിം അലയൻസ് ശരിക്കൊന്ന് പതറിയിട്ടുണ്ട്. ദി റൈച്ചസ് നോർത്ത് സോഡിന്റെ മകൻ. എന്തായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇയോൺ നേരെ മുമ്പിലേക്ക് നടന്നു. അതെന്തായാലും നന്നായി. അപ്പോ നീയായിരിക്കുമല്ലോ ഇപ്പൊ മുറിം അലയൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. താങ്കൾക്ക് അങ്ങനെ പറയാൻ സാധിക്കും. അപ്പോ പിന്നെ ക്യാപ്റ്റൻ ബൂസോ, ഇവിടെ ഉണ്ടായ കാര്യത്തില് നീയായിരിക്കത്തില് ഉത്തരവാദിത്വം എടുക്കാൻ പോകുന്നത്. പെട്ടെന്നായിരുന്നു ഇയോന്റെ ഭാഗത്തുനിന്ന് ഒരു ഒമ്നോസായുള്ള എനർജി അവന് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. നാശം, ഞാനവനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇയോൺ ബൂസോ, നീ മണ്ടത്തരം കാണിക്കില്ലേ? നീ അവനോട്ട് ഫൈറ്റ് ചെയ്യില്ലേ? അത് ശരിക്കും പ്രശ്നമാകും. ഈ സമയത്ത് ഇയോണൊന്നും മിണ്ടുന്നില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം എന്നെനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അവൻ എന്നെ ചാർജ് ചെയ്യത്തില്ല. ഞാൻ ഓർത്ത് അവനെന്നെ, താങ്കൾക്കറിയാവുന്നല്ലേ ഈ സ്ഥലം ഞങ്ങളുടെ കീഴിലായിരുന്നു. ഇമ്പീരിയൽ മാസ്റ്റേ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയപ്പോൾ. അതുമാത്രമല്ല, ഇതിനെല്ലാത്തിനും താങ്കൾ കൂടെയല്ലേ കാരണം. നീ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? അല്ല, നമ്മൾ അലൈസ് ആയിരുന്നല്ല ഒരു കോമൺ ആയിട്ടുള്ള എനിമി ഉള്ളത്. പക്ഷെ താങ്കൾ തന്നെ ആ ഒരു ഇൻസിഡന്റ് കാരണം അത് ബ്രോക്ക് ചെയ്തില്ലേ? പക്ഷേ ഞാൻ ഒന്ന് പറയാം, ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഈ നാഷണൽ റിലീജിയൻ പൊസിഷനില്ലേ, അത് ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ്. അതിന് പകരമായിട്ട് ഹെങ്സേ സെക്കൻഡ് ഡിസിപ്ലിൻസിനെ പിന്നെ 2 മാസ്റ്റേഴ്സിനെ താങ്കൾ എനിക്ക് വിട്ടുതരണം. ഞാൻ വിചാരിച്ചത് അവൻ വാലും മടക്കി ഇവിടെ ഓടുന്നാണ്. പക്ഷേ അവൻ സറിയോൺ, താങ്കൾ പറഞ്ഞത് എന്തായാലും ബെറ്റർ ഉള്ള ഒരു ചോയ്സ് തന്നെയാണ്. ഈ സമയത്ത് നമുക്ക് അത് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നിട്ട് അവൻ കൈ കുപ്പിക്കൊണ്ട് പ്ലീസ് എന്ന് പറയുകയും ചെയ്യും. ആ സമയത്താണ് ഇയോൻ പറഞ്ഞത്, നിനക്കിവിടെ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു. നിങ്ങളുടെ റിലീജിയൻ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യുക, എന്തെങ്കിലും കോപ്പാട്ടെ. പക്ഷേ അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നെ ബാധിക്കുന്നത് നിങ്ങളെന്നെ അറ്റാക്ക് ചെയ്തു. അതും ഈ എംബറിന്റെ മനസ്സ് മാറിയെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ. നിങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ഇവിടെ ഡിസഡ്വാൻറ്റേജ് ഉള്ളത്. നീ വന്നത് ശരിക്കും ബോധപൂർവമാണ്. പക്ഷേ എന്താ പറയാ, ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആണ്. അതേപോലെ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനുമല്ല. ഞാൻ ഇതെല്ലാം സമ്മതിക്കാം, ഞാൻ സാറ്റിസ്ഫൈഡും ആകാം. പക്ഷേ എനിക്ക് നിന്റെ ഒരു കൈ വേണം. അല്ല, അത് വളരെ മോശമായൊരു കാര്യമല്ലേ? അദ്ദേഹം ഇപ്പം നെഗോഷിയേറ്റ് ചെയ്യുമെന്ന് തോന്നില്ല. 2 മാസ്റ്റേഴ്സിനെ കാണാൻ നേരത്ത് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാര്യം അവർക്കൊരു പ്രോപ്പറുള്ള ഫൈറ്റ് പോലും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളത് പറയാലോ, ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ ഇതിനു വേണ്ടിയും തയ്യാറായിരുന്നു.
താങ്കൾ എന്താണ് വിചാരിച്ചത്? ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഞാൻ സ്ട്രോങ്ങർ ആണെന്നുള്ള ആക്ടിങ് കാരണം മാത്രമാണെന്നോ? പക്ഷെ താങ്കൾക്ക് തെറ്റി. പക്ഷെ ഞാൻ താങ്കൾക്ക് ദൈവം തന്നെ തന്ന ഒരു റൈവലാണ്. ഞാൻ ദി ഓർത്തഡോക്സിന്റെ ജീനിയസ്. ആ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവന്റെ കൈ അവൻ അറുത്ത് മാറ്റിയിരുന്നു. അവന്റെ കൈ ആ സോഡും കൂടെ നേരെ നിലത്തേക്ക് വന്നു വീണു. അവന് അതൊന്ന് പ്രോസസ് ചെയ്യാനുള്ള സെക്കൻഡ് പോലും ഇവൻ കൊടുത്തില്ലായിരുന്നു. പെട്ടെന്ന് അവൻ നേരെ ബാക്കിലേക്ക് ചാടി. അവൻ അവൻ എന്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണ് അവൻ എന്നെ അറ്റാക്ക് ചെയ്തത്? അത് ഞാൻ കണ്ടതുപോലുമില്ല. അവൻ എങ്ങനെയാണ് ഇത്ര സ്ട്രോങ്? ഈ സമയത്ത് ഇവൻ അവന്റെ ആ ഒരു കയ്യിൽ കയറി ചവിട്ടിട്ട് പറയുകയും ചെയ്യും, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്, ഇനി നിനക്ക് ഫൈറ്റ് ചെയ്യണോ? എന്നാൽ ബൂസോ അടുത്ത സെക്കൻഡ് തന്നെ അവന്റെ ആ ക്യൂ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് തന്റെ അടുത്ത സോഡ് എടുത്ത് നമ്മുടെ ഇയോന്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്തു. അതായത് അവന്റെ ചുറ്റും ഒരു ചുഴലി കാറ്റ് പോലെ. അതൊട്ടും തന്നെ നിസ്സാരമല്ലായിരുന്നു. നിനക്ക് എത്ര സ്പീഡ് ഉണ്ടെങ്കിലും നിനക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ടൊർനാഡോ തന്നെ ആ സോഴ്സ് യൂസ് ചെയ്ത് അവൻ ക്രിയേറ്റ് ചെയ്തു. ഇതെന്ത് നാശമാണ് ഡീമൻ ലോർഡ്! ആ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, എല്ലാവരും പിന്നിലേക്ക് മാറി, നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടുപോകും. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന മരങ്ങളിലൊക്കെ കടപുഴകി അതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത്രത്തോളം പവർഫുൾ ആയിരുന്നു ആ ഒരു അറ്റാക്ക്. ഈ അടുത്തൊരു അറ്റാക്ക് നിന്നെ ഞാൻ തീർക്കുന്നുണ്ട്. അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യേ ഇയോന്റെ നേരെ അത് പാഞ്ഞ് വരുന്നുണ്ട്. അതേസമയം ഇയോണവന്റെ കൈയൊന്ന് പതുക്കെ പൊക്കത്തേ ഉള്ളു. ആ ഒരു സോഡ് എല്ലാം തന്നെ അവൻ ബ്ലോക്ക് ചെയ്തു. എന്ത് ട്രൂ എനർജി യൂസ് ചെയ്ത് അവനത് ബ്ലോക്ക് ചെയ്തോ? എനിക്ക് എന്റെ എനർജി ഞാൻ കൂട്ടണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇയോൺ പറഞ്ഞത്, നീ ശരിക്കും ഒരു വിട്ടി തന്നെയാണ്. കാര്യം ആ സമയത്ത് ഇയോൺ അവന്റെ ആ ഒരു സോഴ്സിന്റെ കൺട്രോൾ അവന്റെ കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. പിന്നെ കാണുന്നത് ആ ഒരു ടൊർനാഡോ ഒക്കെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ആ സോഴ്സ് ബൂസോയുടെ ശരീരത്തിലേക്ക് കുത്തി കയറിയതാണ്. അത് അത് ഇമ്പോസിബിൾ ആണ്. ഇത് കണ്ട ബാക്കിയുള്ളവർ യൂൺ ബോസ് എന്ന് പറഞ്ഞു ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. അവൻ ബൂസോയുടെ ക്യൂ എക്സോഡ് കൺട്രോൾ അവന്റെ കയ്യിലേക്ക് എടുത്തു. പക്ഷേ ബൂസോ മിസ്റ്റിക് ഇടത്തിലാണല്ലോ. അത് മാത്രമല്ല അവനോട് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. സോ ഇതാണല്ലേ ദി റിയൽ ഡീമൺ ഗോഡ്. ഇതെല്ലാം അലയൻസിനെ കൊന്നോ? നീ എന്നെ കൊന്നോളൂ. ഞാനോ? ഞാൻ എന്തിനാടാ നിന്നെ കൊല്ലേണ്ടത്? നീ ശരിക്കും നല്ലൊരു ഹോസ്റ്റേജ് തന്നെയാണ്. എനിക്ക് നിന്നെ ആവശ്യം പോലെ യൂസ് ചെയ്യാല്ലേ. ഇനി ആർക്കെങ്കിലും ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ ആർക്കും തന്നെ അതിനുള്ള ധൈര്യമില്ലായിരുന്നു. എല്ലാവരും വെപ്പൺസ് താഴെയിട്. മനസ്സില്ല മനസ്സോടെ അവൻ പറയും ചെയ്യും വെപ്പൺസ്. അങ്ങനെ എല്ലാവരും തന്നെ വെപ്പൺസ് നിലത്തിട്ടു. ഈ യോൺബൂസോ ഒരു മിസ്റ്റിക് റിയലത്തിലെ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ആ ഒരു ഫൈറ്റ് കണ്ടിട്ട് ഒരു അഡൾട്ടും ഒരു ചൈൽഡും തമ്മിലെ ഫൈറ്റ് പോലെയാണ്. ഇത് ശരിക്കും പേടിപ്പെടുത്തുന്നതാണ്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് നാൾക്ക് മുമ്പ് വരെ അവൻ ഇത്രയും പവർഫുൾ അല്ലായിരുന്നല്ലോ. ഇവൻ എങ്ങനെയാണ് അത് ഈ മാസങ്ങൾ കൊണ്ട്? ചോങ്സു ഉള്ള ആ ഒരു ബെറ്റുള്ളവരാൻ തന്നെ എൻ്റെ അടുത്ത കൈയും അവൻ ഉറപ്പായിട്ട് എടുക്കും. അങ്ങനെ സമയം കടന്നുപോയി. അന്നേ ദിവസം വൈകുന്നേരമായിട്ടുണ്ട്. അല്ല ഡീമൺ ലോർഡ്, നമുക്ക് 2 മാസ്റ്റേഴ്സും പിന്നെ മുറുമലൻസിന്റെ മകനുണ്ടല്ലോ, അവരുമായിട്ടുള്ള അലയൻസ് അത് പ്രശ്നമാകത്തില്ലേ? ഹിയോബോങ്, നീ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. നമ്മൾ ആ അലയൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ ദി സുപ്രീം സേവറായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടല്ലേ. അതുകൊണ്ട് അലയൻസിനൊന്നും ഒന്നും പറ്റാൻ പോകുന്നില്ല. ഇനി അത് പറ്റിയാൽ തന്നെ ഒരു മൾട്ടി ഫ്രണ്ടുള്ള വാർ മാത്രമായിരിക്കും. അത് മാത്രമല്ല, ഇത് നമ്മളായിട്ട് തുടങ്ങിയതല്ലോ, ഇയോൺ ബൂസോ തുടങ്ങിയതല്ലേ. അതെ, അത് തന്നെ. അപ്പൻ വെറുതെ ആയിരുന്നല്ലേ വിഷമിച്ചത്. പക്ഷേ വെസ്റ്റിലുള്ള അൺഓർത്തഡോക്സ് അലയൻസ് ആയിട്ട് അവർക്കൊരു ഇതുണ്ട്. അത് മാത്രമല്ല, ദി സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ട് എന്ന് പറഞ്ഞ് ഈസ്റ്റിനുള്ളത്. സോ സൗത്ത് എന്ന പ്രകാരം നമ്മളത് ബ്രേക്ക് ചെയ്യുന്നതും ഇയോൺ ബൂസിനെ 2 മാസ്റ്റേഴ്സിന് വിളിച്ചിട്ട് ബാക്കിയുള്ളവരെ നമുക്ക് തിരിച്ചു വിട്ടേക്കാം. മൈലോഡ്, എങ്കിൽ ഞാനും ഇടയ്ക്കുവാ. താങ്കളുടെ മെസ്സേജ് ഞാൻ റിലേ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. ഇനി നിന്നെ എന്നിട്ട് ഹോസ്റ്റേജ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കാര്യം പ്രശ്നമാകത്തേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ലെറ്റർ അയക്കാം. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന ഓർത്തഡോക്സിന്റെ ആ ഒരു സ്ഥലമാണ് അമിതബ. അതാണ് അവിടെ സംഭവിച്ചത്. ശരിക്കും അതെ, ഇയോൺ ബൂസോ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒന്നും തന്നെയല്ലായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവന്റെ ക്യൂ എസോഡ് കൺട്രോൾ അവൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത്? അത് പോസിബിൾ ആണോ? ജിയോങ്സോ, നീ പറഞ്ഞത് സത്യമായിരുന്നല്ലേ? ആ പറഞ്ഞത് പങ്ങായിരുന്നു. ഡെമോണിക് കൾട്ട് ലീഡർ അദ്ദേഹം അപ്പോൾ ദി ലൈഫ് ആൻഡ് ഡെത്ത് ത്രിലത്തിലേക്ക് എത്തിയിരുന്നു. അത് ശരിക്കും ഇമ്പോസിബിൾ. അവൻ എന്തായാലും മനുഷ്യത്തിന്റെ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അല്ല, നിന്റെ മുതത്ത് എന്താണ്? ഇത് ഡിമോണിക് കൾട്ട് ലീഡർ എന്നെ തന്നേൽപ്പിച്ചതാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. എസ്പെഷ്യലി മുറിം അലയൻസ് മാസ്റ്ററിനെ. എന്നെയോ? അതെന്താണ്? പിന്നെ കാണുന്നത് അവര് ഒന്ന് പേടിച്ചുകൊണ്ട് അത് തുറക്കുന്നതാണ്. തുറന്ന് നോക്കിയപ്പോൾ 3 കൈകളായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അല്ല, ഈ കാണുന്നത് പെട്ടെന്നാണ് ആ ഒരു ഹെഡ് അവന്റെ കൈ ഉയർത്തിയത്. ബൂസന്റെ കൈ അവന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയും ചെയ്തു. ഡിമോണിക് കൾട്ട് ലീഡർ, നീ. പക്ഷേ ആ സമയത്താണ് അവനത് ശ്രദ്ധിച്ചത്. അല്ല,
അവന്റെ കയ്യിൽ ഇതെന്താണ്? പക്ഷേ അവനവന്റെ സ്ട്രെങ്ത് കൊണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അത് നടക്കുന്നില്ലായിരുന്നു. പകരം അവന്റെ ക്യൂയെ കൊണ്ട് അത് ഓപ്പൺ ചെയ്തു. അല്ല, എന്നിട്ട് അവനത് തുറന്ന് വായിക്കുകയും ചെയ്തു. ഇത് ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, വായിക്കാൻ കുറച്ച്. എന്നാൽ അത് വായിച്ചപ്പോൾ അവൻ ശരിക്കും ഞെട്ടി. അല്ല, അതിൻ്റെ അകത്ത് എന്താണ്? എനിക്ക് തോന്നുന്നത് അതൊരു വാർണിംഗ് ആയിരിക്കുമെന്നാണ്. എംബറുമായിട്ട് നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല, ആ ഒരു നാഷണൽ റിലീജിയനെ പറ്റി. അതായിരിക്കണം. ഹമിത്തബ, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? എല്ലാം പ്രശ്നത്തിലേക്കാണല്ലോ. ദി ഡിമോണിക് കൾട്ട് ലീഡർ ഇയോൺ ചിയോൺ, അവൻ ഞാൻ വിചാരിച്ചാലും അപകടകാരിയാണ്. ഈവൻ ദി സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ടിനേക്കാളും. ഞാൻ പുതിയൊരു സജഷൻ ഇവിടെ ചെയ്യാനായിട്ട് പോകുവാണ്. എന്തു പറ്റി? ഞാൻ ഡിമോണിക് കൾട്ടോ അല്ല, നമ്മുടെ അലയൻസ് ഇവിടെ നിർത്താൻ പോകുകയാണ്. അത് കേട്ടപ്പോ അവരെല്ലാരും ഞെട്ടി. അമിത്തബ, അലയൻസ് ലീഡർ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? അത് കുറച്ച് കൂടിപ്പോയില്ലേ? അതെ, അതൊട്ടും തന്നെ നല്ലതല്ല. അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. നീയോ അങ്ങനെയാണ് ചിന്തിക്കുന്നത്? ആ സമയത്ത് അവൻ മനസ്സിൽ പറയും ചെയ്യും, നാംകുൻ പട്രേച്ച്, താങ്കൾ ഇത് റിജക്ട് ചെയ്യണം. താങ്കൾക്ക് നന്നായിട്ട് തന്നെ അറിയാലോ, നാംകുൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു റാഡിക്കലുള്ള ഒരാളാണ്. അതുമാത്രമല്ല, അവൻ നിസ്സാരമായിട്ട് ഒന്നും ചെയ്യാറുമില്ല. അതിലുപരി യുഎൻ ബൂസോന്റെ ഒരു മാസ്റ്റർ കൂടിയാണ്. അദ്ദേഹം എന്തായാലും ഇതിനെ എഗ്രി ചെയ്യും. അതായിരുന്നു ഓർത്തഡോക്സ് മുറിമലൻസിന്റെ തേർഡ് മാസ്റ്റർ. അതുമാത്രമല്ല, ഇവർക്ക് ആർക്കും അറിയാത്ത മറ്റൊരു പദവിയും കൂടെ അവനുണ്ട്. നമ്മൾ നേരത്തെ സോഡ് വാലി വെച്ച് കണ്ട പോലെ ദി ബ്ലൂ ഹെവൻ സൊസൈറ്റിയുടെ ഹെവൻ മാസ്റ്ററിൽ ഒരാളായിരുന്നു. പക്ഷേ അവൻ എന്താണ് ഈ ചിന്തിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹെവൻസ് മാസ്റ്റർ പറഞ്ഞു വെച്ച് നോക്കാറുണ്ട്, ഇത് നല്ലൊരു ചോയ്സ് തന്നെയാണ്. കാര്യം ഈ ഒരു അലയൻസ് എനിക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ യുഎൻ ബൂസിന്റെ കൈ പോയ സ്ഥിതിക്ക് ഇത് എക്സ്ട്രീംലി റെയറുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കേണ്ടത്. മുറിമലൻസിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല. കാര്യം അവൻ 9 ഗ്രേഡ് സെറ്റ്സിലോ ദി 5 ഗ്രേഡ് ക്ലാനിലോ ഇല്ല. പകരം അവൻ അത്രത്തോളം റൈറ്റസ് ആയുള്ള ഒരു മാൻ ആയതുകൊണ്ട് മാത്രമാണ് അവൻ ഇപ്പോഴും ഈ സെന്ററിൽ നിൽക്കുന്നത്. പിന്നെ എർത്ത് മാസ്റ്ററിൽ നിന്ന് നേരത്തെ കിട്ടിയ ആ ബുക്ക് വെച്ചുകൊണ്ട് ആ ഒരു മെഡിക്കൽ നോളജ് എനിക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും സാധിക്കും. പക്ഷേ ഈ ഒരു സപ്പോർട്ട്, താങ്കൾ എന്തിനാണ് ഈ ഒരു ഡിസിഷൻ എടുത്തതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റുമോ? ഡിമോണിക്കായിട്ടുള്ള നമ്മുടെ ഒരു അലയൻസ് ഇത്ര നാൾ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് എല്ലാ ഈവലിനെ ഞാൻ വേറെ പിഴുതെറിയാനായിട്ടായിരുന്നു. പക്ഷേ എനിക്കാണ് തെറ്റിയത്. ഒരു ഈവലിനെ മറ്റൊരു ഈവൽ കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം? അത് നമ്മുടെ പ്രിൻസിപ്പിളിന് പറ്റിയൊരു കാര്യമല്ല. എനിക്ക് പറ്റിയ ഒരു തെറ്റാണത്. അതിലുപരി നമ്മൾ ഓർത്തഡോക്സിന്റെ മിഡിലാണെന്നുള്ള കാര്യം മറക്കണ്ട. അവൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിന്ന് പേടിച്ചു, ഇത് ഡൗട്ട്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇതെന്തായാലും ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. 2 ജനറൽ സ്ട്രാറ്റജിസ്റ്റും പിന്നെ ഒരു ഔട്ടർ മാസ്റ്ററും ആബ്സെന്റ് ആണ്. എനിക്ക് മനസ്സിലായി. ഞാൻ താങ്കളുടെ കൂടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ പ്രപ്പോസൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്റെ ദൈവമേ, ഇതൊട്ടും നല്ലതല്ല അമിതബ, നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. അലയൻസ് ലീഡർ, ഇതൊട്ടും തന്നെ നല്ലതല്ല. അത് മാത്രമല്ല, ഒരു പ്രപ്പോസൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി മാസ്റ്റേഴ്സ് അതിന് എഗ്രി ചെയ്യണം, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും. പക്ഷേ അലയൻസ് ലീഡർ, മറ്റൊരു വഴിയുണ്ട്. അത് ദി അലയൻസ് ലീഡർ മാൻഡേറ്റ് യൂസ് ചെയ്യുന്നതല്ലേ? ദി അലയൻസ് ലീഡർ മാൻഡേറ്റ് ഇതെന്ന് പറയുന്നത് മുറിമലൻസിന്റെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ഉള്ളവർക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനാണ് ദി അലയൻസ് ലീഡർ മാൻഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അത് 3 തവണ മാത്രമേ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും, എത്ര വലിയ കാര്യമാണെങ്കിലും ബാക്കിയുള്ളവർ എല്ലാവരും തന്നെ അത് ഫോളോ ചെയ്യണമെന്നാണ്. നാംകുൻ പൃഥ്വിരാജ്, താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? ഫോർമൽ അലയൻസ് ലീഡർ ഒരു തവണ പോലും അത് യൂസ് ചെയ്തിട്ടില്ല. എക്സ്ട്രീമുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും അവരത് ഹെസിറ്റേറ്റ് ആണ് ചെയ്തത്. പക്ഷെ താങ്കൾ, മതി, എനിക്ക് മതി, ഞാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ പറയുവാണ്, എന്റെ അലയൻസ് ലീഡർ മാൻഡേറ്റിന്റെ പൊസിഷൻ വെച്ചുകൊണ്ട് നമ്മൾ ദ ഡിമോണിക് കൾട്ടുള്ള എല്ലാ അലയൻസും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോകുവാണ്. അലയൻസ് ലീഡർ, താങ്കൾ എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? അപ്പൊ അവൻ കള്ളം പറയുമല്ലായിരുന്നു, അവൻ വാക്കിന് വിലയുള്ളവനാണ്. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം രാത്രി മുറിമലൻസിന്റെ ഹെഡ് ബേസ് ആണ്. അവിടെ മുറിമലൻസ് ലീഡറിന്റെ ഓഫീസും കാണാം. ഞാൻ ഇയോൺ ചിയോൺ, ദ ഡിമോണിക് കൾട്ടിന്റെ ലീഡറാണ്. എന്നോട് ക്ഷമിക്കണം, തന്റെ മകളെ ഞാൻ ഹാം ചെയ്തതിൽ. അതിലുപരി ഞാൻ താങ്കളെ എന്റെ എതിരാക്കുകയും ചെയ്തു. ഞാനൊരു വാക്ക് തരുവാണ്, 2 മാസ്റ്റേഴ്സിനെ താങ്കളുടെ മകനെ ഉറപ്പായിട്ടും സേഫ് ആയിട്ട് തന്നെ ഞാൻ തിരിച്ചു തരും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് താങ്കളെ സഹായം ആവശ്യമുണ്ട്. താങ്കൾ എന്നെ വിശ്വസിക്കണം. ഞാൻ എംബറിനോട് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. നാഷണൽ റിലീജിയൻ അദ്ദേഹം ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യും. അതുമാത്രമല്ല, ഇമ്പീരിയൽ പാലസ് വെച്ച് നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കാൻ നേരത്ത് ഡാനോ ഫെസ്റ്റിവലിൽ എന്തായാലും ആ ഒരു സുപ്രീം സേവർ ഓഫ് ദി 6 മാർഷൽ ആർട്സിന്റെ ഹയർ അപ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ പ്രശ്നത്തിലാണ് പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, സ്പൈസിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ താങ്കളുടെ ഇടയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഞാൻ താങ്കൾക്ക് ഡിമോണിക് കൾട്ട് ലീഡർ ചെയ്ത് വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ ശരിക്കും ദേഷ്യത്തിലായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചധികം. എന്നാൽ സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ടിന്റെ അവരുടെ അലയൻസ് എൻ്റെ കൂടെ തന്നെയുണ്ട്. അവരെയൊക്കെ എനിക്ക് പറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അലയൻസ് ഞാൻ ബ്രേക്ക് ചെയ്യണമായിരുന്നു. ഇനി എന്തായാലും ഒരു ഗ്യാംബ്ലിംഗ് ആണ്. ഞാൻ ഇത്തവണ അവനൊന്ന് വിശ്വസിച്ചേ പറ്റൂ.
പിന്നെ കാണിക്കുന്നത് മുറിമലൻസിന്റെ ബേസിന്റെ സൗത്ത് വെസ്റ്റ് റീജിയൻ ആണ്. അവിടെയായിട്ട് ഒരു ഗുഹ കാണാൻ സാധിക്കും. അവിടേക്ക് ഒരാൾ നടന്ന് വരികയും ചെയ്യും. ഞാൻ ബോക് ജിയോൺ ദി തേർഡ് സ്ക്വാഡ് ഓഫ് ദി ക്യുഎ ബ്ലേഡ് സെക്ട് താങ്കൾ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു. പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ നടന്നു വന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? അത് സക്സസ് ആയിരുന്നു. അപ്പോ അവൻ അലയൻസ് ബ്രേക്ക് ചെയ്തോ? അതെ, ആ സമയത്താണ് അവൻ ആ മാസ്ക് മാറ്റിയത്. അത് നമ്മുടെ പെങ്ക്ലാന്റെ ആ ഒരു ഔട്ടർ മാസ്കിന്റെ ഫേസ് ആയിരുന്നു. പക്ഷേ താങ്കൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മാസ്ക് അത് ഫ്ലോലെസ് ആണ്. ആർക്കും തന്നെ ഞാൻ പെങ് യൂസ് ആകാനില്ലെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അത് അവന്റെ ശവത്തിൽ നിന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. നീ വലിച്ചു കഴിഞ്ഞാൽ അത് കീറിപ്പോകും. ഓ, എന്നോട് ക്ഷമിക്കണം. അപ്പോ ബ്ലൂ ഹെവൻ സൊസൈറ്റിനെ പറ്റി നാം കിങ് ക്യുൻ അവൻ എന്തായാലും സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബ്ലൂ ഹെവൻ സൊസൈറ്റിയുടെ മാസ്റ്റർ തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നീ അവനെന്തായാലും ശ്രദ്ധിച്ചോണം. നമ്മുടെ പ്ലാൻ എന്തായാലും ഇവിടെ തുടങ്ങുകയാണ്. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് അവനോടേക്ക് പോകുന്നുണ്ട്. ടിമോണിക് കൾട്ടി ലീഡർ ഇയോൺ ചിയോൺ, നീ പലതവണ ഞങ്ങളുടെ എല്ലാ പ്ലാൻസിനും ഒരു തടയായിട്ട് വന്നു. പക്ഷേ ഇനി നീ പേ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നീ ചെയ്ത എല്ലാത്തിനും നീ അനുഭവിക്കാൻ പോകുകയാണ്. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.